السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه وأعوانه إلى يوم الدين. أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഉദവി സുഹൃത്തുക്കളെ, സിബിസ് സഹോദരന്മാർ, KMCC നേതാക്കൾ, മറ്റു പൗരപ്രമുഖർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ തെളിച്ചത്തോടെയും ഇതേ ഊർജത്തോടെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദാറുൽ ഹുദ അതിൻ്റെ 40ാം വർഷത്തെ സ്വീകരിക്കാനിരിക്കുന്നു. ദാറുൽ ഹുദ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ആരംഭഘട്ടങ്ങളിൽ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഉപായങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാറുൽ ഹുദ ജന്മം കൊണ്ടത്. നമ്മളിപ്പോഴും മാറ്റങ്ങളെ എങ്ങനെ സ്വീകരിക്കാം, തടസ്സങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ദാറുൽ ഹുദ കുടുംബത്തിൻ്റെ സ്വഭാവം അതുതന്നെയായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങളാരും ഇതൊരു കേവലം ഇവൻ്റായി കാണാതെ ഒരു പഠന സദസ്സായിട്ടോ കൂടി വിലയിരുത്തണം, കാണണമെന്ന് ആമുഖമായി ആശംസിക്കുകയാണ്, ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ഉപചാരങ്ങളിലേക്ക് പോകാതെ തന്നെ വിഷയത്തിലേക്ക് കടക്കാം. മതത്തിലെ യുക്തിയും സ്വാതന്ത്ര്യവും എന്ന വിഷയം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം മതവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ബൈനറി, മതവും യുക്തിയും തമ്മിലുള്ള ഒരു ബൈനറി, മതവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു ബൈനറി, ഈ ബൈനറിക്കകത്താണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറ ജീവിക്കുന്നത്. ഒന്നുകിൽ മതം അല്ലെങ്കിൽ യുക്തി. യുക്തി ഉണ്ടെങ്കിൽ മതമില്ല, മതം ഉണ്ടെങ്കിൽ യുക്തിയില്ല. ഇതാണ് വിശ്വാസം. ഇത് കേവലം ഒരു വിശ്വാസമാണ്. വേണമെങ്കിൽ അതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കാം. ഒന്നുകിൽ ശാസ്ത്രം അല്ലെങ്കിൽ മതം, ഒന്നുകിൽ മതം അല്ലെങ്കിൽ ശാസ്ത്രം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല എന്നുള്ളതാണ് വിശ്വസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുകിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതം. സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മതം തീർച്ചയായിട്ടും അത് ഹനിച്ചിരിക്കും എന്നൊരു ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. 25 വയസ്സിന് താഴെയുള്ള എത്ര ആളുണ്ട് ഇവിടെ? ഒന്ന് കൈവക്കോ. ബിലോ 25. 1 2 3 4. ഓക്കെ, 4 പേരാണ് 25 വയസ്സിന് താഴെയുള്ളത്. നിങ്ങൾക്ക് ഈ സദസ്സിനെ അസസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മൊമെൻ്റാണ്. ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിലുപയോഗിക്കുന്ന ഭാഷ, അതിൽ പ്രയോഗിക്കുന്ന വാക്കുകൾ, അതിൽ പ്രയോഗിക്കുന്ന സ്ലാങ്ങുകൾ ഒക്കെ 25 വയസ്സിന് താഴെയുള്ളവർക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണോ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന സീനിയർ സിറ്റിസൺസൊക്കെ വിചാരിക്കും. പക്ഷേ അത് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിക്കുന്ന, അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു തലമുറ ഇവിടെയുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒരു 300 ആളെ, മിനിമം 300 പേര് ഇവിടെ ഉണ്ട്. 25 വയസ്സിന് താഴെയുള്ള 3 പേരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ 25 വയസ്സിന് താഴെയുള്ള ഒരുപാട് ആളുകളെ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി, അതിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് 25 വയസ്സിന് താഴെയുള്ളവരാണ്. അത് ഫേസ്ബുക്കിലൂടെ ആവാം, ഇൻസ്റ്റഗ്രാമിലൂടെ ആവാം, യൂട്യൂബിലൂടെ. ഫേസ്ബുക്കിൽ സാധ്യത കുറവാണ്, അത് അമ്മാവന്മാരുടെ പ്ലാറ്റ്ഫോമാണെന്നാണ് പറയാറുള്ളത്. ഇൻസ്റ്റഗ്രാം, പിന്നെ യൂട്യൂബ് ഷോർട്സ്, അങ്ങനെയൊക്കെയാണ്. ഏതായാലും ആ ഒരു ജനറേഷനിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരുപാട് സംശയങ്ങൾ, നമ്മൾക്കത് സംശയങ്ങളേ അല്ല. അവരുടെ ആശങ്കകൾ നമ്മുടെ ആശങ്കകളേ അല്ല. അവരുടെ പ്രതീക്ഷകൾ നമ്മുടെ പ്രതീക്ഷകളേ അല്ല. അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അത് നമ്മുടെ മക്കളാണെങ്കിലും
പേരക്കുട്ടികളാണെങ്കിലൊക്കെ ആ പ്രായക്കാരോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. അവരുടെ ഭാഷ സ്വായത്തമാക്കാൻ ശ്രമിക്കണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നൊരു തിയറി ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റൂലെങ്കിൽ ജസ്റ്റ് കൺഫ്യൂസ് ദം. 1-2 ചോദ്യം മനസ്സിലിട്ടെടുത്ത് കടന്നു കളയുക. പിന്നെ അവരതിൽ കടന്ന് ഇങ്ങനെ തിരിയും. അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നേരിട്ട് കണ്ട അനുഭവങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാകാം. ഇഫ് യു കനോട്ട് കൺവിൻസ് ദം കൺഫ്യൂസ് ദം എന്നത് സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഷോർട്ട് വീഡിയോകളിലൂടെയാണ്. 30 സെക്കൻഡിലും 40 സെക്കൻഡിലൊക്കെ വന്നിട്ട് നബി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ആയിഷ ബീവിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ആ റീൽ കഴിഞ്ഞു, ഇനി അടുത്ത റീലാണ് വരുന്നത്. അവൻ്റെ അപ്പുറം ഇപ്പുറം അതേ ഷോർട്സിലൂടെ മറുപടി പറയുന്ന സാധനങ്ങൾ ചിലപ്പോൾ അവന് കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ അവൻ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല. തൊപ്പിയിട്ട ഒരാളെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ സെർച്ച് ചെയ്യൂലല്ലോ, സ്വാഭാവികമല്ലേ. പിന്നെ എന്താണോ അവൻ സെർച്ച് ചെയ്യുന്നത് അതാണല്ലോ അവന് കിട്ടുക. സ്വാഭാവികമായിട്ടും അവന് കൺഫ്യൂഷൻ ഉണ്ടാവും. അവന് മാത്രമല്ല അവൾക്കും ഉണ്ടാവും. അവളുമാർക്കാണ് ഇപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ. പെൺകുട്ടികളാണ് ഇപ്പോൾ കൂടുതൽ പഠിക്കുന്നതും വായിക്കുന്നതും സംശയങ്ങൾ ചോദിക്കുന്നതും. ക്യാമ്പസുകളിലൊക്കെ നമ്മൾ പ്രോഗ്രാമിന് പോയാൽ ഒരു 25 ആൺകുട്ടികളും 40 പെൺകുട്ടികളും ഉണ്ടെങ്കിൽ 10 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നും 7-8 ചോദ്യങ്ങൾ പെൺകുട്ടികളുടേതായിരിക്കും. വാർത്തകൾ അവരാണ് ഫോളോ ചെയ്യുന്നത്, കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് അവരാണ്, എല്ലാം അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് മുമ്പിലുള്ള റിയാലിറ്റികളാണ്. അപ്പോൾ മതം വിട്ടു പോകുന്ന അല്ലെങ്കിൽ മതത്തോട് നിരാസം തോന്നുന്ന ഒരു സ്വഭാവം നമ്മുടെ ആളുകൾക്ക് ഉണ്ടാവുന്നു, നമ്മുടെ തലമുറകളിലെ പുതിയ കുട്ടികൾക്കുണ്ടാവുന്നു. ചെറിയ ഒരളവോളം വലിയ ആളുകൾക്കും ഉണ്ടാവുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു ഫിലോസഫിക്കൽ പൊസിഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടാവുകയാണെങ്കിൽ അതിങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും, അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഒരു കോഴ്സ് വേണം, അതുകൊണ്ട് അത് അവസാനത്തെ കോഴ്സ് ദൈവമാകണം, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമല്ല അവരെ മതനിരാസികളാക്കുന്നത്. മറിച്ച് ഇമോഷണൽ കാരണങ്ങളാണ്. ഇമോഷണൽ കാരണങ്ങളിൽ എന്ത് വരെയുണ്ട്. മരുമകൾക്ക് വീട്ടിൽ നിന്ന് പൊരിച്ച മീൻ എല്ലാവർക്കും 2 കൊടുത്തപ്പോൾ മരുമകൾക്ക് 1 മാത്രമേ കിട്ടിയതുള്ളൂ എന്ന കാരണം മുതൽ മദ്രസയിലെ ഉസ്താദുമാരുടെ കുട്ടികളോടുള്ള മോശപ്പെട്ട പെരുമാറ്റം വരെയുള്ള എ വെറൈറ്റി ഓഫ് റീസൺസ്, ഒരുപാട് കാരണങ്ങൾ മതം വിടാനുള്ള കാരണങ്ങളായിട്ട് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇമോഷണൽ കാരണങ്ങളാണ്. എനിക്ക് അടി കിട്ടി, അന്ന് ആ ഉസ്താദ് എന്നോട് ഇങ്ങനെ ചീത്ത പറഞ്ഞു. അല്ലെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ ഒരു പള്ളിയിലേക്ക് കയറി വരുന്നു. അവൻ്റെ ഡ്രസ്സൊക്കെ വളരെ മോശമാണ്, കീറിയ പാൻസാണ്, നിര്യാണിക്ക് താഴെ അവൻ്റെ പാൻസ് ഉണ്ട്. അപ്പോൾ മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതാവോ ഒരു ആലിമോ അവനോട് വളരെ റൂഡായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്തിനെയാണോ അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിനോട് അവന് ദേഷ്യം വരുന്നു. പിന്നീട് അത് മതത്തോടുള്ള ദേഷ്യമായി മാറുന്നു. ഞാനൊരു ഇമാജിനറി സിനാരിയോ പറയല്ല, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ മതം വിടുന്ന ആളുകളോടൊന്നും നമ്മൾ വരൂ വാദിക്കാം എന്ന് പറഞ്ഞ് ഇവിടെ കൊടുന്ന് ഇരുത്തിയിട്ട് അവരോട് നല്ല ഫിലോസഫിക്കൽ ടൂൾസൊക്കെ വെച്ച് വാദിച്ച് കഴിഞ്ഞ് ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് എണീറ്റ് പോകും എന്നാരും വിചാരിക്കണ്ട. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ആളുകൾ സംവാദങ്ങൾ നടത്തുമ്പോൾ മാഷാ അല്ലാ എന്ന് പറഞ്ഞ് തക്ബീറൊക്കെ വിളിക്കാൻ സംവാദം കൊണ്ട് ഉപകാരമുണ്ടാവും. പിന്നെ ഒരു ചെറിയ ശതമാനം ആളുകൾക്ക്, സീരിയസ് ആയി ചിന്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണല്ലേ കാര്യങ്ങൾ, അപ്പോൾ ഇസ്ലാമിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് ചിന്തിക്കാനുള്ളൊരു വകുപ്പും ഉണ്ടാവും. അല്ലാത്ത ആളുകളെല്ലാം ഇമോഷണൽ കാരണങ്ങളാലാണ് മതം വിടുന്നത്. അത് പല തരത്തിലുള്ള ഇമോഷണൽ കാരണങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മളൊരിക്കലും നമ്മുടെ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് സംസാരിക്കരുത്. നമുക്കൊക്കെ പലർക്കും ഒരു വിചാരമുണ്ട്. പണ്ട് കുരുന്നുകളിലെ അലി എന്നുള്ളൊരു കഥാപാത്രമുണ്ട്, നമുക്കൊക്കെ അറിയാം. കുരുന്നുകളിലെ അലി, നമ്മൾ ബാലമംഗളവും ബാലരമയൊക്കെ വായിച്ചിരുന്ന കാലത്താണ് ഓൾട്ടർനേറ്റീവായിട്ട് കുരുന്നുകൾ വന്നത്. ഏതായാലും കുട്ടികൾ ചിത്രകഥയൊക്കെ വായിക്കും, അപ്പം എന്നാൽ ഇനി നമ്മളെ വക ഒരു ചിത്രകഥ വായിക്കട്ടെ എന്നായിരുന്നു അതിൻ്റെ ഒരു ദൗത്യം. അപ്പോൾ ചിത്രകഥ, ബാലരമയും ബാലഭൂമിയൊക്കെ ഡെസ്കിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഉസ്താദ്മാരുടെ അടുത്ത് നിന്ന് അടി കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നാണ് കുരുന്നുകൾ വന്നത്. ആ കുരുന്നുകളിലെ അലി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം 4 ദുർനടപ്പുകാരായ കുറച്ച് കൂട്ടുകാരോ ചെറുപ്പക്കാരോ ഉണ്ടാവും.
അവരവരുടെ മോശം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അലി വരിക. അലി വന്നിട്ട് പറയും, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ ചെയ്യുന്നത് ശരിയല്ല, സോറി അലി, ഞങ്ങൾ ഇനി ഒരിക്കലും ചെയ്യില്ല. ആ പ്രോസസ്സൊന്നും നമ്മളൊരിക്കലും നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രതീക്ഷിക്കരുത്. കുട്ടികൾ വളരെ ഫോർവേഡാണ്. നമ്മൾ ചെറുപ്പക്കാരായ രക്ഷിതാക്കൾ കരുതും, ഞാനൊക്കെ അത്യാവശ്യം അപ്ഡേറ്റഡ് ആണല്ലോ, ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പത്രമൊക്കെ വായിക്കാറുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കുട്ടികളെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരുടെ ലോകം വേറെയാണ്. അത് കുട്ടികളുമായി ബന്ധപ്പെട്ട ലിറ്ററസി നമ്മൾ ആദ്യം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ സാധാരണഗതിയിൽ മതം വിടുന്ന ആളുകൾ അവർ ഇമോഷണൽ ആയിട്ടാണ് മതം വിടുന്നത് എന്നതിന് തെളിവാണ് മതത്തിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. മാർക്ക് ഹാൻസൺ, അദ്ദേഹം ഒരു സ്വീഡിഷ് മാതാപിതാക്കൾക്കുണ്ടായ ഒരാളായിരുന്നു. മാർക്ക് ഹാൻസൺ ഒരു 20-ാം വയസ്സിലോ മറ്റോ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പെട്ടു. ഒരു പ്രത്യേക ഫീലിങ്ങിലൂടെ പോയി. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. ജീവിതത്തിൻ്റെ മീനിങ്ങിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി. ഇന്ന് അദ്ദേഹം ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനാണ്, ഷെയ്ഖ് ഹംസ യൂസുഫ്. അതുപോലെ തിമോത്തി വിൻ്റർ, അദ്ദേഹമാണ് പിന്നീട് അബ്ദുൽ ഹക്കീം മുറാദായി മാറിയത്. അബ്ദുൽ ഹക്കീം മുറാദിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ വളരെ ആഴമേറിയ അറിവും വിജ്ഞാനവുമൊക്കെ പ്രസരിപ്പിക്കുന്ന ആലിമാണ്. അതുപോലെ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ പലരും, ബ്രിട്ടീഷ് ജേർണലിസ്റ്റായ യുവോൺ റിഡ്ലി, അതുപോലെ ഹിജാബിനെതിരെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഹിജാബിൻ്റെ ഗുണഗണങ്ങളൊക്കെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന കാതറിൻ ബുള്ളോക്ക്, ദ വെയിൽ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ കാതറിൻ ബുള്ളോക്ക്, അതുപോലെ കാഷ്യസ് ക്ലേ, മുഹമ്മദ് അലി ക്ലേയായി, കാറ്റ് സ്റ്റീവൻസ്, മറ്റൊരു പ്രമുഖ മുസ്ലിം ചിന്തകനായി മാറി ലിയോപോൾഡ് വെയ്സ്, മുഹമ്മദ് അസദായി മാറി. ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ആളുകളൊക്കെ വലിയ വലിയ പുലികളാണ്, സ്രാവുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ കൊയ്ത്തിയും പരലൊക്കെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, വളരെ വളരെ മോശം ഭാഷകൾ ഉപയോഗിക്കുന്ന, വളരെ അപക്വമായി സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് പലതും അവരെ പഠിപ്പിക്കാനുണ്ട്. അതല്ലാത്തവർ മതം വിടുന്നത് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടുമല്ല, ഇമോഷണൽ ഇതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഭാഗം കൂടെ ക്ലിയർ ആക്കേണ്ടതുണ്ട്. നമ്മൾ സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതിലൂടെ ഒരുപാട് ആളുകളെയൊക്കെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ പറ്റും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, ദീനിൻ്റെ സൗന്ദര്യം നമ്മുടെ സ്വഭാവങ്ങളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും പ്രകടമാവുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഏരിയ ഡീല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി വിഷയത്തിലേക്ക് ഇറങ്ങിപ്പോകാം. അപ്പോൾ അത് സ്ഥിരം കേൾക്കുന്നൊരു ചോദ്യമാണ്, ദൈവത്തെ ആര് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് പുസ്തകങ്ങളിലൊന്ന് റിച്ചാർഡ് ഡോക്കിൻസാണ്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകമാണ്, ദൈവവിഭ്രാന്തി. അതിനെ മലയാളത്തിലേക്ക് ആക്കിയത് സി രവിചന്ദ്രൻ എന്ന ആളാണ്. അപ്പോൾ അയാൾ ദൈവത്തെ സ്ഥാപിക്കുന്ന എല്ലാ തെളിവുകളും ഉദ്ധരിക്കും. എന്നിട്ട് അതിന് ശേഷം പറയും, ഓക്കെ ദെൻ ഹൂ ക്രിയേറ്റഡ് ഗോഡ്? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ഫിലോസഫിയിൽ യാതൊരു ലിറ്ററസി ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഈ ചോദ്യം പറയാൻ. ഇത് ഫിലോസഫിയിലെ ഡിസ്കഷനാണ്. നാച്ചുറൽ ഫിലോസഫിയിലെ ഒരു പഠനശാഖയാണ് ഇലാഹിയാത്ത്. അത് ദൈവശാസ്ത്രത്തിൻ്റെ ഏരിയ അല്ല, അതായത് മതത്തിൻ്റെ ആളുകൾ മാത്രം കൈകാര്യം ചെയ്ത വിഷയമല്ല ഇലാഹിയാത്ത്, ദൈവം എന്നുള്ള സംഭവം. അത് ആ പൂർവാധുനിക ഫിലോസഫർമാർ, ഗ്രീക്ക് ഫിലോസഫർമാരൊക്കെ കൈകാര്യം ചെയ്ത ഏരിയയാണ്. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബുൽ ഹസൻ അൽ ആമിരി, അദ്ദേഹം അറിവിനെ 2 കാറ്റഗറി ആയിട്ട് മാറ്റുന്നുണ്ട്. ഒന്ന് മില്ലിയായ അൽ ഉലൂമുൽ മില്ലിയ, 2 അൽ ഉലൂമുൽ അത്തബിഇയ്യ. ഈ അൽ ഉലൂമുൽ മില്ലിയിൽ അദ്ദേഹം പെടുത്തുന്നത് ഫിഖ്ഹും ഉസൂൽ ഫിഖ്ഹും ഹദീസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അൽ ഉലൂമു തബിഇയ്യയിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് ഇലാഹിയാത്താണ്. അപ്പോൾ നാച്ചുറൽ ഫിലോസഫിയുടെ ഭാഗമാണ് ദൈവം, മനുഷ്യൻ, പ്രപഞ്ചം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം. അതൊക്കെ ഫിലോസഫിയിലെ ഒരു ഡിസ്കഷനാണ്. അത് കുറച്ച് ആളുകൾ, മതത്തിൻ്റെ വിശ്വാസികൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു കഥാപാത്രമല്ല ദൈവം. അത് മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ഒരു ഫിലോസഫിയിലെ ഒരു വിഷയമാണ് ദൈവം. അപ്പോൾ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്നത് ഏതുപോലെയെന്ന് വെച്ചാൽ,
കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് ഫസ്റ്റ് ബസ് എന്ന് ചോദിക്കും. കോഴിക്കോട്ടേക്ക് 5:50 ഫസ്റ്റ് ബസ് എന്ന് മറുപടി പറഞ്ഞാൽ അതിനു മുമ്പത്തെ ബസ് എപ്പോഴാണ് എന്ന് ചോദിക്കുന്ന പോലെയാണ്. ആ ചോദ്യം അപ്രസക്തമാണ്. കാരണം ദൈവം എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ തന്നെ അൺക്രിയേറ്റഡ് എന്നാണ്. അൺക്രിയേറ്റഡ് ആയതുകൊണ്ടാണ് അത് ദൈവമായത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ദൈവം എന്ന് വിളിക്കൂല. ബൈ ഡെഫിനിഷൻ അൺക്രിയേറ്റഡ് ആയ അസ്തിത്വത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഷെരീഫിനെ ആര് വരച്ചു? ചിത്രം ആര് വരച്ചു? അത് ഷെരീഫ് വരച്ചു. ഷെരീഫിനെ ആര് വരച്ചു എന്ന് ചോദിക്കൂല. കാരണം ഷെരീഫിനെ വരക്കലല്ല, ഷെരീഫിനെ സൃഷ്ടിക്കലാണ് എന്നതുപോലെയുള്ള ഒരു തെറ്റായ ചോദ്യമാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയും. നിലനിൽക്കാൻ പറ്റാത്ത അസ്തിത്വം. അസ്തിത്വങ്ങൾ 3 വിധമുണ്ട്. ഒന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അതിൽ പെട്ടാണ് നമ്മളൊക്കെ, നമ്മൾ, മരങ്ങൾ, മൃഗങ്ങളൊക്കെ. ഒരു ഘട്ടത്തിലുണ്ടായി, ഒരു ഘട്ടത്തിൽ അതില്ലാതാവുന്നു. ഇത് മുംകിനായ വുജൂദ, പോസിബിൾ എക്സിസ്റ്റൻസ് ആണ് ഇതൊക്കെ. ഒരു ഘട്ടത്തിലുണ്ടായി, ഒരു ഘട്ടത്തിൽ ഇല്ലാതാവും. 2 നെസസറി എക്സിസ്റ്റൻസ് ആണ്. അതാണ് ദൈവം. അതുണ്ടായേ തീരൂ. അതുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായത്. അതിലേക്ക് അത് വിശദീകരിക്കാം. 3-മത്തേത് ഇമ്പോസിബിൾ എക്സിസ്റ്റൻസാണ്. ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണം, രാത്രിയും പകലും ഒരേ സമയം ഉണ്ടാവില്ല. രാത്രി വേറെയും പകൽ വേറെയാണ്. അതുപോലെ വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാവില്ല. ഒന്നുകിൽ ത്രികോണം അല്ലെങ്കിൽ വട്ടം, ഒന്നുകിൽ ത്രികോണം അല്ലെങ്കിൽ വട്ടം. അപ്പം ഇങ്ങനെ പരസ്പര വിരുദ്ധമായ സാധനങ്ങൾ ഒരുമിച്ച് വരില്ല. അത് ഇമ്പോസിബിളാണ്. അതിനാണ് ഇമ്പോസിബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയാം. ഇതുപോലുള്ളൊരു സംസാരമാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കയ്യിൽ ഒരു 100 രൂപ ഉണ്ട്. ആ 100 രൂപ ആരാ തന്നത്? അത് ഇതിൻ്റെ പിന്നിലുള്ള ആളാണ്. അതാരാ തന്നത്? അത് മറ്റേ ആളാണ്. അതാരാണ് തന്നത്? അത് മറ്റേ ആളാണ്. അങ്ങനെ പോയി ഇത് നിൽക്കണില്ല സങ്കല്പിക്കുക. ഇത് നിൽക്കണില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ 100 രൂപ ഇവിടെ കിട്ടിയിട്ടില്ല എന്നാണ്. കാരണം ഒരാൾ കൊടുത്താലല്ലേ ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരാളൊരു വെടി പൊട്ടിച്ചു, വെടി പൊട്ടിയിട്ടുണ്ട്. അയാളോട് ചോദിച്ചു, ആരാണ് വെടി പൊട്ടിക്കാൻ പറഞ്ഞത്? അയാൾ പറഞ്ഞു, എൻ്റെ മുമ്പുള്ള കമാൻഡർ പറഞ്ഞതാണ്. ആ കമാൻഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുമ്പുള്ള ആൾ പറഞ്ഞതാണ്. ആ കമാൻഡറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുമ്പുള്ള ആൾ പറഞ്ഞത്. അങ്ങനെ പോയി ഇത് എവിടെ നിൽക്കുന്നില്ല. എവിടെ നിൽക്കാതെ പോകാന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വെടി ഇവിടെ പൊട്ടിയിട്ടില്ല എന്നാണ്. കാരണം ഒരാളോട് ചോദിച്ചാലല്ലേ ഇത് പൊട്ടുള്ളൂ. അപ്പോൾ ഈ വെടി പൊട്ടാൻ കാരണം എന്താണ്? മറ്റുള്ള ഒരാളോട് ചോദിച്ച് വെടി പൊട്ടിക്കേണ്ട ഗതികേടില്ലാത്ത ഒരാൾ സ്വയം അനുവാദം കൊടുത്തത് കൊണ്ടാണ് ഈ വെടി പൊട്ടിയത്. മറ്റുള്ളൊരാൾ മുഖേന 100 രൂപ കിട്ടേണ്ട ഗതികേടില്ലാത്ത ഒരാൾ പോക്കറ്റിൽ നിന്ന് 100 രൂപ കൊടുത്തതുകൊണ്ടാണ് ഈ അവസാനത്തെ ആളെ കയ്യിൽ 100 രൂപ വന്നത്. അപ്പോൾ എല്ലാ സാധനത്തിനും ഒരു കോസ് വേണം. പക്ഷേ ദൈവം എന്ന് പറഞ്ഞാൽ അൺകോസ്ഡ് കോസാണ്. അങ്ങനെ നമ്മൾ പറയാം. ദൈവം എന്ന് പറഞ്ഞാൽ അൺകോസ്ഡ് കോസാണ്. ദൈവം ഒന്നിൻ്റെയും കാരണമായിട്ട് ഉണ്ടാവാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ദൈവം എന്ന് വിളിക്കൂല. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ കോഴിയ മുട്ട ആദ്യം ഉണ്ടായത്, പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ചോദിച്ചിരുന്നു, കോഴിയ മുട്ട ആദ്യം ഉണ്ടായത്. അപ്പോൾ ഈ സാധു ഇരുന്നിട്ട് മുട്ട കോഴി മുട്ട, ഇത് നിൽക്കണില്ലല്ലോ, മുട്ട കോഴി മുട്ട. ഇത് ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്നാണ് ഇതിന് പറയാം. ഇൻഫിനിറ്റ് റിഗ്രഷൻ. ഇത് അനന്തമായി പോകും. ഈ അനന്തത ലോജിക്കലി ഇമ്പോസിബിളാണ്. അങ്ങനെ അനന്തമായി പോകാൻ പറ്റൂല. അത് ലോജിക്കിനെതിരാണ്. അപ്പോൾ ലോജിക്കിന് പറ്റുന്ന ഒരേ ഒരു വിശദീകരണം എന്താണ്? ഏതെങ്കിലും ഒന്നുകിൽ മുട്ടയിൽ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ കോഴിയിൽ നിന്ന് തുടങ്ങണം. എവിടെന്നെങ്കിലും ഇത് തുടങ്ങണം. അല്ലാതെ ഇതുണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഒരു അൺകോസ്ഡ് കോസ് പ്രപഞ്ചത്തിൽ ഉണ്ടാവണം, അല്ലാതെ ഈ സാധനം ഉണ്ടാവില്ല. ഇതൊക്കെ ഫിലോസഫിയിലുള്ള ഡിസ്കഷനാണ്. ഞാൻ ഫ്രെഡ് ഹോയിൽ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഫ്രെഡ് ഹോയിൽ പുസ്തകങ്ങളൊക്കെ എഴുതിയ ബിഗ് ബാങ് തിയറിയെ കളിയാക്കിയിട്ട് ബിഗ് ബാങ് എന്ന് വിളിച്ച ആളാണ്. പിന്നീട് അതിൻ്റെ ആ തിയറിയുടെ പേരെന്നെ അതായി മാറി. ഫ്രെഡ് ഹോയിൽ ഒരിക്കൽ പറയുന്നുണ്ട്, ഒരു എയറോപ്ലെയിനെ, ഒരു ബോയിങ് വിമാനത്തെ ഒരു മരുഭൂമിയിൽ അതിൻ്റെ മില്യൺ പാർട്സായിട്ട് വിഭജിച്ചിട്ട് ഇട്ടിട്ട് ഒരു കൊടുങ്കാറ്റ് അടിച്ച് വീശി. ആ കൊടുങ്കാറ്റ് അടിച്ച് വീശിയപ്പോൾ യാദൃശികമായിട്ട് ഈ വിമാനത്തിൻ്റെ പാർട്സ് എല്ലാം കൂടി ഇങ്ങോട്ട് അസംബിളായി വന്നിട്ട് ആ വിമാനം നല്ലൊരു എയർക്രാഫ്റ്റ് രൂപപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ജീവൻ തന്നെ ഉണ്ടായതാണെന്ന് ഞാനും വിശ്വസിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം യാദൃച്ഛികമായിട്ട് ജീവൻ ഉണ്ടായി, യാദൃച്ഛികമായിട്ട് പ്രപഞ്ചമുണ്ടായി എന്നാണല്ലോ എത്തീയിസ്റ്റുകളുടെ വാദം, നിരീശ്വരവാദികളുടെ വാദം അതാണല്ലോ. അപ്പോൾ ഫ്രെഡ് ഹോയിൽ ചോദിക്കാന്ന്, ജീവൻ ഇത്രയും സങ്കീർണമായ ഈ ജീവൻ എന്ന സംഭവം, ഈ പ്രക്രിയ ഇതിങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. എന്നിട്ട് അദ്ദേഹം അതിന് മുന്നിൽ വെച്ച ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മരുഭൂമിയിൽ
ഒരു എയർക്രാഫ്റ്റിൻ്റെ മില്യൺ പാർട്സ് നമ്മൾ വെതറിയിടുന്നു. ഒരു കൊടുങ്കാറ്റടിക്കുന്നതോടുകൂടി യാദൃശ്ചികമായി, വളരെ യാദൃശ്ചികമായിട്ട് പാർട്സ് എല്ലാം കൂടി ചേർന്നിട്ട് ആ എയർക്രാഫ്റ്റിനെ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് എത്രത്തോളം അബദ്ധമാണോ അത്രത്തോളം അബദ്ധമാണ് ജീവൻ ഈ പ്രപഞ്ചത്തിൽ സ്വയം ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ മതം എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ദൈവമാണെങ്കിലും മതമാണെങ്കിലും സത്യത്തിൽ മതം ദൈവമുണ്ടോ, ദൈവമുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം എന്നാണ് എത്തീസ്റ്റുകൾ നമ്മോട് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ അവരോടാണ് ചോദിക്കേണ്ടത്, ഇല്ലയെന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. കാരണം ദൈവം എന്നുള്ളത് അല്ല, പടച്ച റബ്ബിൻ്റെ അസ്തിത്വം എന്നുള്ളത് അൺനാച്ചുറലായ ഒരു അൺടോട്ടായ നേച്ചുറലായ ഒരു കാര്യമാണ്. പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത പ്രകൃതത്തിൽ നിന്നും മനുഷ്യർക്ക് കിട്ടുന്നൊരു ഒരു ധാരണയാണ്. യൂണിവേഴ്സലാണ്. അതിനാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. അതാരും പഠിപ്പിച്ചതും ആവില്ല, ഏതെങ്കിലും കൾച്ചറിലുള്ള ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്നതും ആവില്ല. അപ്പോൾ ചില വിഷയങ്ങൾ ഇപ്പോൾ UAE ജീവിക്കുന്ന അറബികൾക്കോ മലയാളികൾക്കോ മാത്രം മനസ്സിലാവുന്ന, അവർക്ക് മാത്രമുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ടാവും UAE ജീവിക്കുന്നതുകൊണ്ട്. അത് ചിലപ്പോൾ കേരളത്തിലുണ്ടാവില്ല, അത് ചിലപ്പോൾ ആഫ്രിക്കയിലുണ്ടാവില്ല. അത് കൾച്ചറലാണ്. ചില ആളുകൾ ചിലത് പഠിപ്പിച്ചു കൊടുത്താലേ പല ജനതകൾക്കും പഠിപ്പിച്ചു കൊടുത്ത പല സ്കില്ലുകളും ഉണ്ടാവും. പക്ഷെ ദൈവബോധം എന്നുള്ളത് അങ്ങനെയല്ല, അത് യൂണിവേഴ്സലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതുപോലെ? അങ്ങനെ യൂണിവേഴ്സലായ കുറേ സംഭവങ്ങൾ ലോകത്തുണ്ട്. ഒന്ന് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാലം. കഴിഞ്ഞ കാലം എന്നുള്ളത് ഒരു കുട്ടിനെ വിളിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൻ്റെ ചിന്തയിൽ സ്വാഭാവികമായിട്ടുള്ളൊരു വിഷയമാണ് കഴിഞ്ഞ കാലം എന്നുള്ളത്. അതെല്ലാ കൾച്ചറിലുള്ള ആളുകൾക്കും മനസ്സിലാവുന്നതുമാണ്. അതുപോലെ നമ്മളല്ലാത്ത മറ്റുള്ളവർ എന്നുള്ള ഒരു ആ സംഭവം, ഇപ്പോൾ നമ്മളെല്ലാവരെയും മനസ്സിൽ ഞാനല്ലാത്ത മറ്റുള്ളവർ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. ഇത് ഓട്ടോമാറ്റിക് ഇൻറ്റ്യൂറ്റീവായിട്ട് എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്നതാണ്. അതുപോലെ കാര്യകാരണ ബന്ധം. ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു, അടിച്ചാൽ വേദനയാവുന്നു, തീയിൽ കൈയിട്ടാൽ പൊള്ളുന്നു. ഇതൊക്കെ ഒരു യൂണിവേഴ്സലായ ഒരു കാര്യമാണ്. ഇതൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതെങ്കിലും കൾച്ചറിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമല്ല എന്നതുപോലെ ഒരു വിഷയമാണ് ദൈവപ്രകൃതം എന്ന് പല സൈക്കോളജിസ്റ്റുകളും ഒക്കെ മുൻനിർത്തിയിട്ട് ഹംസ സോർസിസിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞത് കാണാം. അദ്ദേഹത്തിൻ്റെ ദ ഡിവൈൻ റിയാലിറ്റി എന്നൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്കൊക്കെ പറ്റുന്നവരൊക്കെ വായിക്കേണ്ട പുസ്തകമാണ്. അദ്ദേഹം അത് വിശദമായിട്ട് പറയുന്നത് കാണാം. അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് ദൈവത്തെക്കുറിച്ച് തെളിവ് പറയേണ്ടത് നമ്മുടെ ബാധ്യതയല്ല. അതില്ല എന്ന് പറയുന്നവരാണ് തെളിവ് പറയേണ്ടത്. ഇപ്പം പകലാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം പകലാണ്, ഇപ്പം പകലല്ല എന്ന് പറഞ്ഞ ഒരാൾ, അതിനാണ് ഷറലക്കായത് സോഫസ്തായിയ എന്നൊക്കെ പറഞ്ഞത്, സോഫിസ്ട്രി. ഇപ്പം പകലല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ തെളിയിച്ചു കൊടുക്കുക? എടാ ചെങ്ങായിച്ച് നോക്ക്, ഇപ്പം പകലല്ലേ? ഇപ്പം പകലല്ല. പിന്നെ അത് പ്രൂവ് ചെയ്യൽ ഇപ്പം പകലല്ല എന്നാണ് അവൻ തെളിയിക്കേണ്ടത്. ഇപ്പം പകലാണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ട ആവശ്യമില്ല. ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ തെളിവ് പറയേണ്ട ബാധ്യത അത് നിഷേധിക്കുന്ന ആൾക്കാണ്. കാരണം അത്രമേൽ യൂണിവേഴ്സലായ ഒരു സംഭവമാണ് ഈ ദൈവം എന്ന എക്സിസ്റ്റൻസ്. അതുകൊണ്ടാണ് ചില സോഷ്യോളജിസ്റ്റുകൾ, പഴയ ഫിലോസഫർമാർ, മിർച്ച എലീദിയെ പോലുള്ള സോഷ്യോളജിസ്റ്റുകളൊക്കെ മനുഷ്യനെ ഹോമോ റിലീജിയോസസ് എന്ന് പേരിട്ട് വിളിച്ചു. ഹോമോ റിലീജിയോസസ്, ഹോമോ സാപ്പിയൻസ് ആണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം. ഹോമോ റിലീജിയോസസ് എന്നുള്ള പേര് വിളിക്കാറ് മനുഷ്യനൊരു മതജീവിയാണെന്നാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും വിശ്വാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുമ്പ് പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞതാണ്. മുമ്പ് ദ ഹിന്ദുവിലും മലയാള മനോരമയിലൊക്കെ ഒരു ഫോട്ടോ വന്നു. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരുമായി ചേർന്ന് ഒരു ചർച്ച നടത്തുന്നു. അങ്ങനെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്യുന്നു? തേങ്ങയുടക്കുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമാണ്, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ഹിന്ദു ശാസ്ത്രജ്ഞന്മാരായിരിക്കും, അവർ തേങ്ങ ഉടക്കുമല്ലോ, സ്വാഭാവികമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ചിത്രം, നാസയിലെ ശാസ്ത്രജ്ഞന്മാർ ഒരു കപ്പലണ്ടിയുടെ കുപ്പി ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്ക് കൈമാറുന്നു. അതിൻ്റെ ചിത്രവും വന്നു. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ മിഷൻ, നിസാർ എന്ന പേരിൽ നാസയും ISROയും ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറുണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ആ പദ്ധതി പ്രകാരം ഉള്ള മീറ്റിങ്ങിലാണ് അവരിങ്ങനെ ചെയ്തത്. അപ്പം ഇന്ത്യക്കാർ തേങ്ങ ഉടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഈ നാസയിലെ ശാസ്ത്രജ്ഞന്മാരെന്തിനാണ് കടലൻ്റെ കുപ്പി കൈമാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പിന്നീട് നമുക്കൊരു കഥ, ഒരു ചരിത്ര യാഥാർത്ഥ്യം മനസ്സിലാവുന്നത്. JPL's ലക്കി പീനട്ട് എന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്കൊക്കെ ആ സംഭവം വായിക്കാം. എന്ന് പറഞ്ഞാൽ 1960കളിൽ നാസയിൽ നിന്നും റേഞ്ചർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പേടകം ആകാശത്തേക്ക്, ശൂന്യാകാശത്തേക്ക് വിടുന്നൊരു സന്ദർഭം ഇപ്പോൾ നമ്മൾ ചാനലിലൊക്കെ കാണാം അല്ലേ.
ഈ റോക്കറ്റ്, ഈ സംഭവങ്ങൾ, പിന്നെ പേടകങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിക്കുമ്പോൾ അതിൽ മനുഷ്യന്മാരുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു റൂമിൽ പ്രത്യേകം ഒരുപാട് കമ്പ്യൂട്ടറുകൾക്ക് മുമ്പിൽ ശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഇരിക്കുന്നത് ലൈവായിട്ട് കാണാം. ആ പരിപാടി വിജയിച്ചവരെല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്ന് അതിന് പറയാം. ഈ ലബോറട്ടറിയിൽ നിന്നും 1960 ഒരു പേടകം പോകുന്ന സമയത്ത് ഇതിൻ്റെ മുമ്പ് 6 പേടകവും ആകാശത്ത് പോയി പരാജയപ്പെട്ടിട്ടുണ്ട്. 7ാമത്തെ പേടകം പോകാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായി നിൽക്കുക. അപ്പോൾ JPL-ലെ ഒരു ഡിക് വാലസ് എന്ന പേരുള്ള ഒരു എഞ്ചിനീയർ വന്നിട്ട് എല്ലാവർക്കും കുറച്ച് കടല കൊടുത്ത്, നിങ്ങൾ ടെൻഷനായിരിക്കല്ലേ, കുറച്ച് കടലൊക്കെ തിന്നൊന്ന് ചില്ലായിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്കൊന്ന് കടല കൊടുത്ത്. ഇവർ കടലൊക്കെ തിന്ന് യാദൃശ്ചികമായിട്ട് 7ാമത്തെ റേഞ്ചർ മിഷൻ വിജയിച്ചു. യാദൃശ്ചികമായിട്ട് വിജയിച്ചു. അങ്ങനെ പിന്നെ റേഞ്ചർ 8ാമത്തെ മിഷൻ വന്നു, 9ാമത്തെ മിഷൻ വന്നു, അതിനുശേഷം റോവർ മിഷൻസ് വന്നു. ഈ മിഷനുകളിലൊക്കെ ഇവരെന്ത് ചെയ്യും, ഈ പേടകം പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഈ കടലെങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്യും. ഒരു മനസ്സമാധാനം, അല്ലാതെ ഇപ്പോൾ കടലുണ്ടായതുകൊണ്ടൊന്നല്ല പേടകം വിജയിക്കണം. ഒരു മനസ്സമാധാനം. ഇതാരാണ്? നാസയിലെ ശാസ്ത്രജ്ഞരാണ്. മനസ്സിലായോ? നമ്മുടെ അമ്പലത്തിലെ പൂജാരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരോ അല്ല, ചാത്തൻ സേവക്കാരൊന്നുമല്ല, നാസയിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഇനി അത് പോട്ടെ. അതിലേറെ രസകരമായൊരു ഉദാഹരണം 2015 ഫെബ്രുവരി 8 മലയാള മനോരമയുടെ ഞായറാഴ്ച പേജിൽ അവർ ഫീച്ചർ ചെയ്ത ഒരു സംഭവമുണ്ട്. അതായത് ആദ്യമായി ബഹിരാകാശം നടത്തിയത് യൂറി ഗഗാറിൻ ആയിരുന്നല്ലോ. റഷ്യയിലെ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായ കസാക്കിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രം എന്നു പേരുള്ള ഒരു സ്ഥലത്തേക്ക് ബസ്സിൽ ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് പിന്നെ പേടകം വിക്ഷേപിക്കുന്നത്. ഈ ബസ്സിലേക്ക് യൂറി ഗഗാറിൻ വന്ന് ഈ പേടകത്തിൽ കയറുന്നതിന് മുമ്പ് അയാൾക്ക് മൂത്രശങ്ക ഉണ്ടായി. അയാൾ ബസ്സിൻ്റെ പിൻ സീറ്റിലെ ചക്രത്തിന് പോയിട്ട് മൂത്രമൊഴിച്ചു. സ്വാഭാവികമായിട്ട് കയറിപ്പോയി, പരിപാടി വിജയിച്ചു. പിറ്റേത്തെ ബൈക്കനൂർ കോസ്മോഡ്രത്തിൽ നിന്ന് പോകുമ്പോൾ പിന്നെ ഏതെല്ലാം ആസ്ട്രോനോട്ട് അവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ടോ അവരൊക്കെ വന്നിട്ട് അതിൻ്റെ പിൻ സീറ്റിലൊന്ന് മൂത്രമൊഴിക്കും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ മൂത്രം കുപ്പിയിലൊക്കെ ശേഖരിച്ചു വന്നിട്ട് അവിടെ ഒന്ന് ഒഴിക്കും. എന്താണ്? ഒരു മനസ്സമാധാനത്തിന്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല എന്നാണ് അവർ പറയാം. ഈ മനസ്സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഹോമോ റിലീജിയോസസ്, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകൃത്യാതീതമായ എനർജികളോടും പ്രകൃത്യാതീതമായ എക്സിസ്റ്റൻസിനോടും ഒരു ഉന്മുഖത, അതിനോടൊരു ഭവ്യത, അത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളൊരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത നമ്മൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ സ്റ്റേജിലുള്ളത്. നമ്മളിപ്പോൾ കടലേ അല്ലെങ്കിൽ ബസ്സിൻ്റെ പിഞ്ചക്രമൊന്നുമല്ല നമുക്ക് പ്രധാനം. നമുക്ക് കടല മാത്രമല്ല, കടലും പടച്ച, കടലിനേക്കാൾ വിശാലമായ പ്രപഞ്ചം പടച്ച റബ്ബിലാണ്, സർവശക്തനിലാണ് നമുക്ക് വിശ്വാസം. അപ്പോൾ മനുഷ്യർ ഈ സ്വഭാവം എന്നും കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മാത്രമല്ല മനുഷ്യനൊരു ദാർശനിക ജീവിയും കൂടിയാണ്. ഹംസ ആൻഡ്രിയാസ് സോർസിസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഈ എത്തീസം എന്ന് പറഞ്ഞാൽ അത് ഫേക്ക് ഹാപ്പിനെസ് ആണ് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് ഉണർന്നപ്പോൾ അയാളൊരു എയറോപ്ലെയിനിലുള്ളത്. അയാൾ ആരോ സെഡേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത്ര സമയം വരെ. ഉണർന്നപ്പോൾ അയാളെ മുമ്പിൽ എന്തുണ്ട്? മദ്യമുണ്ട്, അയാളെ മുമ്പിൽ ഫ്രൂട്ട്സ് ഉണ്ട്, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, എന്ത് സഹായം ചെയ്തു തരാൻ എയർ ഹോസ്റ്റസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഞാൻ ഹാപ്പിയാണല്ലോ. പക്ഷേ അയാൾ 100% ഹാപ്പി ആവില്ല. എന്തിനുത്തരം കിട്ടാതെ, എന്നെ ആരാണ് സെഡേറ്റ് ചെയ്തത്, എന്നെ ആരാണ് ഈ എയറോപ്ലെയിനിൽ ഈ സീറ്റിലിരുത്തിയത്, ഈ എയറോപ്ലെയിൻ എവിടെ നിന്നാണ് ടേക്ക് ഓഫ് ചെയ്തത്, ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് ഇതിലിരിക്കുന്നത്, ഈ 3-4 അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞാൻ സന്തുഷ്ടനാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ സന്തുഷ്ടി എന്നുള്ളത്, അയാളെ സന്തോഷം എന്നുള്ളത് ഫേക്കാണ് എന്ന് ഹംസ ആൻഡ്രിയാസ് സോർസിസ് പറയുന്നുണ്ട്. ഇതുപോലൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ മണിക്കൂറിൽ 1800 km/h സ്വന്തം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിക്ക് മുകളിലാണ് നമ്മളുള്ളത്. 1800 km/h കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതെന്തിനാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വന്നത്, എവിടുന്നാണ് നമ്മൾ വന്നത്, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഉത്തരം, ഏറ്റവും ബേസിക്കായിട്ടുള്ള എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? അത് മതത്തിലൂടെയാണ്, അത് സ്രഷ്ടാവാണ്, അത് വഹയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടൂല. ഞാനിവിടെ ഹാപ്പിയാണ്, ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ടല്ലോ, നല്ല പൈസ ഒക്കെ ഉണ്ടല്ലോ, നല്ല കരിയറൊക്കെ ഉണ്ടല്ലോ,
എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ ഹാപ്പി ആവാൻ പാടില്ല. കാരണം മനുഷ്യനൊരു ദാർശനിക ജീവിയാണ് എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. ഞാനത് പറയാൻ കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനെ ചിന്തിക്കുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരാളെ പിടിച്ച് അടിച്ചു, ചിലപ്പോൾ അയാൾ തിരിച്ചടിക്കാൻ ശേഷിയില്ലാത്ത ആളാവും, അയാൾ തിരിച്ചു പോകാം. രണ്ടാമതും പിറ്റേന്നും അടിച്ചു, ചിലപ്പോൾ അയാൾ മെയിൻ ചെയ്തൊന്നും വരില്ല, അയാൾ ചിലപ്പോൾ കരഞ്ഞു പോകും. മൂന്നാം ദിവസം അടിച്ചാൽ അയാൾ ചിലപ്പോൾ ആളെ കൂട്ടും. കാരണം അയാൾ ഉള്ളിലൊരു നീതിബോധം വർക്ക് ചെയ്യും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നേരെ മറിച്ച് നിങ്ങളൊരു പോത്തിനെ പൂച്ചനെയൊക്കെ പിടിച്ചിട്ട് ഡെയിലി രാവിലെ 2 എണ്ണം കൊടുക്കും, അല്ലെങ്കിൽ ഒരു സൂചി എടുത്ത് കുത്തും. 2-3 ദിവസം കഴിഞ്ഞാൽ പോത്ത് ആളെ കൂട്ടുമോ? ഇല്ല. പോത്തൊരു ദാർശനിക ജീവിയല്ല. പോത്തിന് നീതി, അനീതി, അക്രമം, അതിക്രമം ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ഈ പോത്തുകളെക്കുറിച്ചാണ് പണ്ടൊരു യുക്തിവാദിനി പറഞ്ഞത്, മൃഗങ്ങളും പോത്തുകളൊക്കെ മതമില്ലാതെ ജീവിക്കണം, ഓലൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ, പിന്നെ എന്തിനാ മനുഷ്യന്മാർക്ക് മതം എന്ന് ചോദിച്ചത്. ഓൽക്കൊക്കെ ചാനലിൽ വലിയ കേൾവിക്കാരായിരുന്നു. ഈ ജാതി പൊട്ടത്തരം പറയുന്ന ആളുകൾക്കൊക്കെ വലിയ കേൾവിക്കാരായിരുന്നു. സി ഹംസ സാഹിബ് ഒരിക്കലും സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ നിന്ന് ഒരാൾ ചോദിച്ചു, പോത്തുകളൊക്കെ മതം ഉണ്ടായിട്ടാണോ ജീവിക്കുന്നത്? ചോദ്യോത്തര സെഷനാണ്. അപ്പോൾ സി ഹംസ സാഹിബ് ഇങ്ങനെ വന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തന്നെ പോയി. അപ്പോൾ ഈ ആൾ എണീറ്റ് വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾക്ക് എന്താ ഉത്തരമല്ലേ, പോത്തുകളൊക്കെ മതം ഉണ്ടായിട്ടാണ് ജീവിക്കുന്നത്, മനുഷ്യന്മാർക്ക് എന്തിനാ മതം? അപ്പോൾ സി ഹംസ സാഹിബ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടല്ല പോത്തുകളൊന്നും ജീവിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, അവർക്ക് ഉത്തരമില്ല, അവർക്ക് നീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും ഒന്നുമില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചോളം പിന്നെ തുർക്കിയിലെ മുജദ്ദിദായിരുന്ന ഇമാം സയ്യിദ് നൂർസി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് നൂർസി ഒരിക്കൽ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവന് ബുദ്ധിയും ചിന്താശേഷിയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് വെച്ചിട്ട് ആഖിറമില്ല, ദൈവമില്ല എന്നൊക്കെ അവന് കിട്ടുക എന്നുണ്ടെങ്കിൽ, അതാണ് അവൻ പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ആ ബുദ്ധിയേക്കാൾ ശാപമായിട്ട് ഒരു കാര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആ ബുദ്ധി അവന് തന്നെ ശാപമായി മാറും. കാരണം എന്താണ്? കുറേ അനീതികൾക്ക് നീതി കിട്ടാണ്ട്, കുറേ അക്രമങ്ങൾക്ക് മറുപടി കൊടുക്കാണ്ട്. 7 വയസ്സായ ആസിഫ ബാനു ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കുറ്റവാളികൾ ഈസിയായിട്ട് രക്ഷപ്പെടുന്നു. ഗുജറാത്തിലെ ഒരു യുവതി സ്വന്തം മക്കളെ മുമ്പിലും ബന്ധുക്കളെ മുമ്പിലും ബലാത്സംഗം ചെയ്യുന്നു, ബന്ധുക്കളൊക്കെ കൊല്ലപ്പെടുന്നു. നീതി കിട്ടുന്നത് 12 വർഷം കഴിഞ്ഞിട്ട്. നീതി കിട്ടിയില്ലെങ്കിലോ? നീതി പുലരാനൊരു ലോകം വേണം. ഇതാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ. നിരീശ്വരവാദിക്ക് ഈ വിഷയത്തിൽ എന്ത് പ്രതീക്ഷയുള്ളത്? നിങ്ങളാലോചിച്ച് നോക്കൂ, ഒരു പ്രതീക്ഷയില്ല, ഒരു വകുപ്പുമില്ല. കാരണം മനുഷ്യൻ പരിണാമഘട്ടത്തിൽ എപ്പോഴും ഉണ്ടായി വന്ന ഒരു ജീവിയാണ്. ഇനി മരിച്ച് മണ്ണിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ അവനങ്ങനെ മണ്ണായി ഡീകമ്പോസ്ഡ് ആയി പോവും. നൈട്രജൻ വേറെ പോവും, ഹൈഡ്രജൻ വേറെ പോവും, ഓക്സിജൻ വേറെ പോവും, ഫോസ്ഫറസ് വേറെ പോവും, എല്ലാം വേറെ പോവും. അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഈ മനുഷ്യന് എത്തീസത്തിൽ എന്ത് വാല്യൂ ആണുള്ളത്? ഒരു വാല്യൂ ഇല്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വാല്യൂ എന്താണ്? വലഖദ് കറംനാ ബനി ആദം എന്നുള്ളതാണ്. ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ എന്നുള്ളതാണ്. ഭൂമിയിൽ നാം ഒരു പ്രതിപുരുഷനെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവത്തിൻ്റെ പടച്ചറബിൻ്റെ ഒരു വാഗ്ദാനം. അപ്പോൾ ആ ഖലീഫയായിട്ടാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നീതിയും കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് മസിൽ വിട്ടിരുന്നാണ്, അത്ര മസിൽ വേണ്ട. പഠന ക്ലാസ്സാന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് റിലാക്സ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ മതം നിർണ്ണയിക്കുന്ന കുറേ, മതം നമുക്ക് തരുന്ന കുറേ ഫങ്ഷനുണ്ട്. മതം ഉണ്ടായതുകൊണ്ട് നമ്മൾ നേടുന്ന കുറേ നേട്ടങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മളൊക്കെ സത്യം പറയുന്നത് നമ്മളൊരു പ്രത്യേക മതത്തിൻ്റെ ആളുകളായതുകൊണ്ടാണ്. നമ്മൾ ആളുകളെ പറ്റിക്കാത്തത് മതത്തിൽ നിന്ന് കിട്ടിയ അധ്യാപനം അതായതുകൊണ്ടാണ്. നമ്മൾ കള്ള് കുടിക്കാത്തത് പടച്ച റബ്ബേ എന്നുള്ള പേടികൊണ്ടാണ്. ഇതൊരു ഫങ്ഷനാണ്. ഇങ്ങനൊരു സോഷ്യൽ ഓർഡർ മതം പ്രദാനം ചെയ്യുന്നുണ്ട്. മതത്തിനൊരു പ്രസക്തി ഇല്ല എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്കൊരു ലോകവീക്ഷണമുണ്ട്. പണം എന്ന് പറഞ്ഞത് അത് അള്ളാഹുവിൻ്റെതാണ്. അതൊരു പരിധി മാത്രമേ നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു പരിധി അങ്ങോട്ട് പോകണം, പാവങ്ങളിലേക്ക് പോകണം എന്ന് നമുക്ക് ഒരു നമ്മുടെ ലോകവീക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ പ്രകൃതി എന്നുള്ളത് ചൂഷണം ചെയ്യാനുള്ളതല്ല. അത് അള്ളാഹു മനുഷ്യർക്ക് താൽക്കാലികമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തു തന്നതാണ്. അതുകൊണ്ട് സയ്യിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പുഴയിൽ നിന്ന്, നദിയിൽ നിന്ന് ഒതുടുത്തപ്പോൾ, വെള്ളം അമിതമായി ഉപയോഗിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, പാകത്തിന് ഉപയോഗിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, പാകത്തിന് ഉപയോഗിക്ക്.
അപ്പോൾ ഇത് നദിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ വലൗക്കാന ഫീമ ഇൻ ജാരിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോടൊക്കെ ഒരു കാഴ്ചപ്പാട്, ഒരു വേൾഡ് വ്യൂ നമുക്ക് പ്രദാനം ചെയ്യും. ഇതാണ് മതം ചെയ്യുന്ന ഒരു സംഭാവന. അപ്പം അങ്ങ് തോന്നും ഇതിപ്പോൾ എന്താ സാധാരണ ഉള്ളതിനല്ലേ നമ്മളൊക്കെ ചെയ്യണമല്ലേ? അല്ല, പ്രകൃതിയെ വേറെ രീതിയിലാണ് ആധുനിക സയൻസ് കാണുന്നത്. ആധുനിക സയൻസിൻ്റെ ഫിലോസഫറായിരുന്ന ഫ്രാൻസിസ് ബേക്കൺ പ്രകൃതിയെ കണ്ടത് നോളജ് ഈസ് പവർ, അറിവ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിക്ക് മുകളിൽ മനുഷ്യൻ ചെലുത്തുന്ന അധികാരമാണെന്നാണ് പുള്ളി വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഗ്ലോബൽ വാർമിങ് അതുപോലുള്ള പ്രശ്നങ്ങൾ. കാരണം പ്രകൃതി പരമാവധി ചൂഷണം ചെയ്യണം. ഒരു മരം വളരുകയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിൽ നിന്ന് എത്ര പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് എത്രത്തോളം പണമുണ്ടാക്കാം എന്ന ഒരു വേൾഡ് വ്യൂ ആണ് മോഡേൺ സയൻസ് വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ അല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നുകൾ കിട്ടുന്ന രീതിയാണെങ്കിൽ ഇതൊക്കെ ഇൻഡസ്ട്രിയാണ്. കല ഇൻഡസ്ട്രിയാണ്, ടെക്നോളജി ഇൻഡസ്ട്രിയാണ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ്, എല്ലാം ഇൻഡസ്ട്രിയാണ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മുസ്ലിം ലോകത്തുണ്ടായിരുന്നല്ലോ. ആ മുസ്ലിം സിവിലൈസേഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. കലയുണ്ടായിരുന്നു, രാഷ്ട്രീയമുണ്ടായിരുന്നു, ടെക്നോളജി ഉണ്ടായിരുന്നു, സയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇത്രമേൽ ലാഭം കൊയ്യാനുള്ള ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. 100 കണക്കിന് ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾ ബഗ്ദാദിലുണ്ടായിരുന്നു. അൽ ജസീറയുടെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സാധനം. ഇന്നത്തെ ഡിജിറ്റൽ റോബോട്ട് അല്ലെങ്കിലും യന്ത്രസമാനമായ കാര്യങ്ങൾ അൽ ജസീറ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്ലോക്കുകൾ അന്ന് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നുള്ള ഒരു ടെക്നോളജി, ബാറ്ററി ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ആ ഉണ്ടാക്കിയത് ഒരിക്കലും ലാഭം മുൻനിർത്തിയായിരുന്നില്ല. ഇന്നെല്ലാം ലാഭം ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മാറി. അതൊരു വേൾഡ് വ്യൂ ആണ്. അത് വെസ്റ്റേൺ മോഡേൺ വേൾഡ് വ്യൂ ആണ്. നമ്മൾ കാണുന്ന വേൾഡ് വ്യൂ വേറെയാണ്, നമ്മൾ പഠിപ്പിക്കപ്പെട്ട വേൾഡ് വ്യൂ വേറെയാണ്, ലോകവീക്ഷണം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ നമ്മൾ കുറേ ആളുകൾ ഇപ്പോൾ ഇതിൽ വീണ് പോയിട്ടുണ്ട്, അത് വേറെ വിഷയം. നമ്മളിപ്പോൾ അങ്ങനെ എത്തീസ്റ്റുകളൊക്കെ വിലയിരുത്തുന്നതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ചില പാർട്സിലേക്ക് വീണ് പോയിട്ടുണ്ട്. അപ്പം മതം ഇങ്ങനെ നൽകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഗുണമാണ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റുള്ള ശേഷി. അത് മതം നൽകും എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞല്ലേ, ഉസ്താദ് എന്താ പറഞ്ഞ് എന്നാൽ അങ്ങനെ ചെയ്യുക, തങ്ങളെന്താ പറഞ്ഞ് അതങ്ങനെ ചെയ്യുക. ഈ ഒരു അതോറിറ്റി സമൂഹത്തിൽ നിലനിർത്തുന്നത് മതമാണ്. അതുകൊണ്ട് കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ, കേസുകൾ പരിഹരിക്കപ്പെട്ടു പോവും. ഇത് മുഴുവൻ കോടതിയിലെത്തിയാൽ പരിഹരിക്കാൻ കഴിയില്ല. ഇത്തരം സോഷ്യൽ അതോറിറ്റികളെയാണ് ലിബറലിസം തകർക്കാൻ നോക്കുന്നത്. ലിബറലിസം പറയുന്നത് നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, ഓരോ വ്യക്തിയും സ്വതന്ത്രരാണ്. ഉമ്മ പറഞ്ഞത് കേൾക്കണ്ട, വാപ്പ പറഞ്ഞത് കേൾക്കണ്ട, ഉസ്താദ് പറഞ്ഞത് കേൾക്കണ്ട, ഒരു തങ്ങൾ പറഞ്ഞും കേൾക്കണ്ട, ആര് പറഞ്ഞും കേൾക്കണ്ട. അപ്പോൾ ഈ അതോറിറ്റികൾ നിലനിൽക്കുമ്പോൾ സമൂഹത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടും. ഈ അതോറിറ്റി എന്ത് വില കൊടുത്തും തകർക്കാതിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ബാധ്യതയാണ്. അത് ഉസ്താദുമാരുടെ അതോറിറ്റി ആണെങ്കിലും ശരി, അത് തങ്ങന്മാരുടെ അതോറിറ്റി ആണെങ്കിലും ശരി, വേറെ ഏത് അതോറിറ്റി ആണെങ്കിലും ശരി, സമൂഹത്തിൽ ഉണ്ടായി വന്ന അതോറിറ്റികളെ തകർന്നാൽ അതിനുള്ളിലേക്ക് കയറുന്നത് വ്യക്തിവാദമാണ്. ലിബറലിസം അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഞാൻ തിയറി പറയല്ല. ഇപ്പം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുട്ടി, നിങ്ങളെ പെങ്ങളെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം മോന് സ്വന്തം മോള് ഈ കുട്ടീനോടൊക്കെ ചില വിഷയങ്ങൾ ചോദിക്കുമ്പോൾ എന്താ വാപ്പച്ചി, അതോ ഓൻ്റെ ചോയ്സല്ലേ, അതെന്താ കാക്ക, അതോളെ ചോയ്സല്ലേ എന്ന് കുട്ടികൾ മറുപടി പറയുന്നത് കാണാം. അപ്പോൾ എന്താണ് ആ ചോയ്സ്? അതോളെ ഇഷ്ടമല്ലേ, ഒക്കെ കാര്യങ്ങളൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനല്ലേ ചെയ്യുക, അല്ലാതെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ടാണോ ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളൊക്കെ ഒരു ധാരണ. അതിന് എന്താണെങ്കിലും കുട്ടികൾ വല്ല പ്രേമത്തിലും പോയി പെടുമ്പോഴുള്ള കേസാണെങ്കിലും എന്ത് കേസാണെന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് അത്തരം അതോറിറ്റികൾ. അപ്പോൾ ഈ അതോറിറ്റിയെ മാറ്റി സെറ്റ് ചെയ്യലാണ് ലിബറലിസം നടക്കുന്നത്. ഉസ്താദ് പറഞ്ഞ് കേൾക്കരുത്, ഉസ്താദ് ടോക്സിക്കാണ്, പേരൻസ് പറഞ്ഞ് കേൾക്കരുത്, അത് ടോക്സിക്കാണ്, അവരൊന്നും പറഞ്ഞ് കേൾക്കരുത്, അവർക്കൊന്നും നമ്മളെ നിയന്ത്രിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികളെ പിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇൻസ്റ്റഗ്രാമിലെ സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റി ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്തത്, സെലിബ്രിറ്റിയെ റീപ്ലേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ അതോറിറ്റിയാക്കി നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്താ പറഞ്ഞത് അത് കുട്ടി ചെയ്യും. പക്ഷെ കുട്ടി മനസ്സിലാക്കണത് ഞാൻ എൻ്റെ ചോയ്സ് കൊണ്ടാണ് പ്രവർത്തിക്കണമെന്നാണ്. എക്സാക്ട്ലി അങ്ങനെ അല്ല താനും. ആക്ച്വലി സംഭവിക്കുന്നത് അതല്ല താനും. കുട്ടി പിന്നെ സെലിബ്രിറ്റികൾ പറഞ്ഞതും നടീനടന്മാർ പറഞ്ഞതും മറ്റു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസിനൊക്കെ വിധേയമായിട്ടാണ് പല കാര്യങ്ങളും ചൂസ് ചെയ്യുന്നത്. വസ്ത്രമാണെങ്കിലും ഡിവൈസസ് ആണെങ്കിലും പിന്നെ മറ്റു കോഴ്സുകളാണെങ്കിലും കരിയർ ആണെങ്കിലും ഒക്കെ പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ ഇവർ പറഞ്ഞതനുസരിച്ചാണ് സെലക്ട് ചെയ്യുക.
എന്നിട്ട് വാപ്പ ചോദിക്കുമ്പോൾ പറയും വാപ്പച്ചി എന്തിനാ അതിൽ ഇടപെടുന്നത്, അത് എൻ്റെ ചോയ്സല്ലേ. കാക്ക എന്തിനാ അതിൽ ഇടപെടുന്നത്, അളിയാക്ക എന്തിനാ ഇടപെടുന്നത്, അത് എൻ്റെ ചോയ്സല്ലേ. ഇങ്ങനെയാണ് ലിബറലിസം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഉദാരവാദം എന്നാണ് അർത്ഥം. ഞാനൊരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ സിയാം സാഹിബ് ഉണ്ടായിരുന്നു. മൂപ്പരിനോട് പറഞ്ഞു നിങ്ങൾ ഈ ഉദാരവാദം എന്നുള്ളത് മാറ്റണം, അതിനൊരു പോസിറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്, താന്തോന്നിവാദം എന്നാണ് നിങ്ങൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്നാണ് മൂപ്പര അഭിപ്രായം. അപ്പോൾ ഒരു പരിധിവരെ അത് ശരിയാണ്, താന്തോന്നിത്തരമാണ് ലിബറലിസം. ഉദാരവാദം എന്ന പേരിൽ നമുക്ക് എന്തുമാവാം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നടക്കുന്ന കാര്യപ്പല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നമ്മൾ അത് ഓലായി ഓലപ്പായി നമ്മൾ ഇനി വണ്ടിയും വലിയ അതിൻ്റെ പിന്നാലെ പോകണ്ടെന്ന് പറയില്ലേ. ഇതാണ് ഈ ഫ്രെയിം വർക്ക്. ഇസ്ലാമികമല്ല. ഇസ്ലാമിലുള്ളത് എന്താ, അയാൾക്ക് എന്താ പറ്റിയെന്നാവട്ടോ, ഇനിയിപ്പോൾ നമ്മൾ ശരിയാക്കണം. ദീനു അൻ നസീഹ, ഇസ്ലാമിലെ സോഷ്യൽ ഇൻട്രാക്ഷൻ, ഇസ്ലാമിൻ്റെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാന സ്വഭാവം അത് നസീഹത്ത് ബേസ്ഡാണ്, അല്ലാതെ ചോയ്സ് ബേസ്ഡ് അല്ല. ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് കണ്ടാൽ അതിലൊന്ന് കയറി ഇടപെട്ടു, എന്താ സംഭവം, എൻ്റെ സഹായം എന്തെങ്കിലും വേണോ, ഈ ഒരു അപ്രോച്ചാണ് മുസ്ലിങ്ങൾ നടത്തേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ദുബായിൽ നല്ലൊരു ജോലിയുള്ളതാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പോക്ക് പോയാൽ നിങ്ങൾ നഷ്ടത്തിലാട്ടോ എന്ന് പറയൽ ബാധ്യതയാണ്. അങ്ങനെയാണ് നമ്മുടെ ലോകവീക്ഷണം, അങ്ങനെയാണ്. ദീനു അൻ നസീഹയാണ്. എല്ലാ നിലക്കും പരസ്പര ഉപദേശങ്ങളാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊക്കെ ചെയ്യണമെന്താ, അത് ഓല പാടായി. ഈ സാധനം വന്നത് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സംഭവമായിട്ട് മാറിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മതത്തിന് വലിയൊരു ഫങ്ഷൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മതത്തിൻ്റെ അനുയായികളല്ലാത്തവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കേരള പ്ലാനിംഗ് കമ്മീഷനിലെ ഒരാളുണ്ടായിരുന്നു, ജോസ് സെബാസ്റ്റ്യൻ. അദ്ദേഹം ധനം മാസികയിലൊക്കെ ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, മുസ്ലിങ്ങൾ വലിയ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യും, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും അതിന് ധൈര്യമല്ല. മുസ്ലിങ്ങൾ വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യും, ഒന്നുകിൽ അടപടലം പൊട്ടും അല്ലെങ്കിൽ നല്ല ലാഭം കിട്ടും. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് വിധിവിശ്വാസികളാണ് മുസ്ലിങ്ങൾ, പടച്ചോനൊരു ഇത് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ് മുസ്ലിങ്ങൾക്ക്. അതുകൊണ്ട് അവർക്ക് പണം ചിലവഴിക്കുന്നവർക്ക് വലിയ പേടില്ല എന്നൊരിക്കൽ ജോസ് സെബാസ്റ്റ്യൻ എക്കോണമിക് വ്യൂ എന്നുള്ള അടിസ്ഥാനത്തിൽ നടത്തിയത്, അല്ലാതെ മൂപ്പര് മതത്തെക്കുറിച്ച് പറഞ്ഞതല്ല. എക്കോണമിയുടെ പരിസരത്ത് നിന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം എഴുതിയിരുന്നത് നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പല കാര്യങ്ങളിലും അത് ആലോചിച്ച് നോക്കിയാൽ ശരിയാണ്. ഞാൻ ഇന്നാളൊരു സ്ഥാപനത്തിൽ പോയി, ദാറുൽഹുദൻ്റെ UG കോളേജിൽ പോയി. അവിടുത്തെ ട്രഷറർ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഒരു മാസം 13 ലക്ഷം ചിലവുണ്ട്, പക്ഷേ എവിടുന്ന് അത് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ അയാൾ അനുഭവം പറയണം. അയാൾ പടച്ചോൻ്റെ മാർഗത്തിൽ ഇത് ചിലവഴിക്കാൻ തീരുമാനിച്ചു, സാധനം വന്നു. ദാറുൽഹുദക്ക് ഒരു മാസം 2-2.25 കോടി ചിലവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ദിവസം 9 ലക്ഷം ദാറുൽഹുദയിൽ എത്തണം. ഇത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്കും അറിയില്ലാന്ന് ഞാൻ മൂപ്പരോട് മറുപടിയും പറഞ്ഞു. ഇങ്ങനെയാണ് ഇത് സംഭവം. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ ഇങ്ങനെ കൊടുക്കണത്? ഗിവിങ് ടു ഗോഡ് എന്നാണ്, പടച്ചോനാണ് കൊടുക്കണത്. ഇങ്ങനൊരു ഫങ്ഷൻ ഇത് കാരണം നമ്മുടെ സമുദായത്തിനകത്താണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പണം ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ സമുദായത്തിനകത്ത് നടക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് മതത്തിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ മതത്തിൽ, പക്ഷേ യുക്തിവാദത്തിൽ ഇത്തരം ഫങ്ഷൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊരു സ്ട്രക്ചറില്ല, ഒരു വേൾഡ് വ്യൂ ഇല്ല. സ്വതന്ത്ര ചിന്ത എന്നിങ്ങനെ പറയും, തോന്നുന്ന പോലെയൊക്കെ തോന്നുന്ന പോലെ ജീവിക്കും. എന്നിട്ട് നിങ്ങൾ എപ്പോഴേലും കേട്ടുക്കണോ യുക്തിവാദം വിട്ടപ്പോൾ കള്ളുടി നിർത്തിയെന്ന് കേട്ടുക്കണോ? ഇല്ല. മതം വിട്ടതിന് ശേഷമാണ് കള്ളുടി തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമക്ക് വന്നതിന് ശേഷം കള്ളുടി നിർത്തിയെന്ന് ആളുകളെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം വിട്ടതിന് ശേഷമാണോ കള്ളുകൂടി നിർത്തിയത് നമ്മൾ കേട്ടില്ല, കേൾക്കൂല. കാരണം എന്താണ്? മതമാണ് ഇതിലൊരു ഗൈഡൻസ് തരുന്നത്, അല്ലാത്തവർക്ക് ഇതിലൊരു ഗൈഡൻസ് തരാനില്ല. പിന്നെ ഇപ്പം മനുഷ്യന്മാർ നന്നാവാൻ മതമൊന്നും വേണ്ട, അങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, വലിയ കുറച്ച് നിഷ്കളങ്കരുണ്ട്. മനുഷ്യൻ നന്നാവാൻ മതമൊന്നും വേണ്ട, മത നിയമങ്ങളൊന്നും വേണ്ട, മനുഷ്യന്മാരൊക്കെയാണ് കണ്ടറിഞ്ഞ് നല്ലതിലേക്ക് ജീവിച്ചോളും എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ അവരെന്തും വിശ്വസിക്കണം, അവരെന്തും പറയണം. റോട്ടിൽ സിഗ്നൽ ലൈറ്റ് ഒന്നും വേണ്ട, മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ, എന്തിനാ ഇപ്പോൾ ചോപ്പ് ലൈറ്റ് എത്തുമ്പോൾ ഇങ്ങനെ നിൽക്കണത്, ആ കണ്ടറിഞ്ഞാൽ പോയാൽ പോരെ. അങ്ങനെ പറയണില്ലാരും. എന്തിനാണ് ഇവിടെ ഗവൺമെൻറ്റുകളും പട്ടാളം പോലീസൊക്കെ, മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ, അത് കണ്ടറിഞ്ഞാൽ പോയാൽ പോരെ. മുമ്പ് ഫറായിലിൻ്റെ മസല പഠിക്കുമ്പോൾ ഈ കൂട്ടി ഗുണിച്ചും ഹരിച്ചും പിന്നെ സുമുനും സുലുസും സുദുസും എല്ലാം കൂടി കൂട്ടി എട്ടങ്ങാറായിട്ട്
ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നൊരു ചങ്ങായി പറയും, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, കണ്ടറിഞ്ഞ് എല്ലാവർക്കും കൊടുത്താൽ പോരെന്ന് ചോദിച്ചു. ഈ കണ്ടറിവ് മനുഷ്യരിൽ വർക്ക് ചെയ്യൂല. കാരണം ഈ കണ്ടറിവിനൊരു പരിധിയുണ്ട്. മനുഷ്യർക്കൊരു റൂൾ ആവശ്യമാണ്. മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ മനുഷ്യൻ്റെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനകത്തും നിയമം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നിയമം എന്ന് പറഞ്ഞാൽ അത് മതത്തിന് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു ഉപാധി അത് മതം മാത്രമാണ്. മതം ഉപേക്ഷിക്കൂ, സ്വതന്ത്രരാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഞ്ചാവ് തിയറി എന്നൊക്കെ പറയാം. ഒരു തിയറി നമ്മളൊക്കെ ഇങ്ങനെ കുറേ ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. സംഭവം ശരി തന്നെയാണ്. മനുഷ്യൻ നന്നാവാൻ മതമില്ലാത്ത മനുഷ്യരും ഒരുപാടുണ്ട്, നല്ല മനുഷ്യർ. മതമില്ലാത്ത നല്ല മനുഷ്യരും ലോകത്ത് ഒരുപാടുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ മതം ഉണ്ടാവുന്നതും ഇല്ലാത്തതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മതം ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മളെ തടയാനുള്ള ഒരു ദാർശനികമായൊരു ന്യായം അവിടെ അവൈലബിളാണ്. നേരെ മറിച്ച് മതമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഇപ്പം മതമില്ലാത്ത ഒരാൾ നല്ല ആളുകളായി ജീവിക്കുന്നുണ്ട്, അത് ശരി തന്നെ, അതിലിപ്പോൾ നമ്മൾ നിഷേധിക്കൊന്നും വേണ്ട. മതമുള്ള ആളുകൾ മഹാമോശക്കാരായിട്ടും മതമില്ലാത്ത ആളുകൾ വളരെ നല്ലവരായിട്ടും ജീവിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, അത് ശരി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വല്ല പ്രലോഭനവും വന്നാൽ, തെറ്റ് ചെയ്യാനുള്ള ദുർനടപ്പുകാരനാവാനുള്ള വല്ല പ്രലോഭനവും വന്നാൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള മെക്കാനിസം അത് മതത്തിൻ്റെ അകത്തേ ഉള്ളൂ. ഉദാഹരണങ്ങൾ, വലിയൊരു കച്ചവടക്കാരനാണ്, നമ്മൾ പലയിടത്തും പറയുന്നതാണ്. നിങ്ങളിപ്പോൾ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒരു പ്രോഡക്റ്റ് ഇറക്കുകയാണ്, മത്സ്യമാവാം പച്ചക്കറിയാവാം, അതിൽ ഫോർമാലിൻ കലർത്തിയാലോ അല്ലെങ്കിൽ പച്ചക്കറിയിൽ വേറെ ഏതെങ്കിലും കെമിക്കൽസ് കലർത്തിയാലോ നിങ്ങളെ ആരും പിടികൂടില്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനി പിടികൂടിയാൽ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും പണം വാരി എറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നിങ്ങൾ ആ തെറ്റിന്, ആ മായം കലർത്താനും ആ പ്രൊഡക്റ്റ് അതിർത്തിയിലൂടെ കടത്താനും നിങ്ങൾ തയ്യാറാവും. നേരെ മറിച്ച് നിങ്ങളൊരു വിശ്വാസിയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ രക്ഷപ്പെട്ടു പോകാം എന്നുണ്ടെങ്കിൽ പോലും പടച്ച റബ്ബേ, നാളെ അള്ളാഹിൻ്റെ കോടതിയിൽ, നാളെ നിൻ്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടാവും ഒരു യഥാർത്ഥ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ. ഈ മെക്കാനിസം മതത്തിൽ നിന്ന് മാത്രമേ നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ലല്ലോ, സ്റ്റേറ്റ് പിടിക്കുന്നില്ലല്ലോ, എനിക്ക് ചെയ്യാലോ എന്നൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ സ്റ്റേറ്റ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ മാത്രമാണ്. സ്റ്റേറ്റിന് അതിൻ്റെ മനുഷ്യന്മാരെ ശരീരം കൺട്രോൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി മാത്രമേ അത് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളെ വാപ്പ വേറൊരു പെണ്ണിൻ്റെ ഒപ്പം പോയി നമ്മളെ അമ്മാനെ ഒഴിവാക്കിപ്പോയി, അത് പുരോഗമനമാണ്. അല്ലാതെ സ്റ്റേറ്റ് അതിൽ ഇടപെട്ടോളം നിർബന്ധമില്ല. നമ്മൾ മരിച്ചു കിട്ടാൻ വേണ്ടി നമ്മളെ മക്കൾ നമ്മുടെ സ്വത്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. സ്റ്റേറ്റിന് അതിൽ വല്ല ഉപദേശവും തരാണ്ടോ? അല്ലയോ ചെറുപ്പക്കാരാ, നിൻ്റെ വാപ്പ മരിക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്യരുത്, അത് മതമാണ് പറയുന്നത്. അതൊരു ആത്മീയമായ വശമാണ്, അതിനെക്കുറിച്ച് മതമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സ്റ്റേറ്റിന് നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള പണിയെ സ്റ്റേറ്റ് ചെയ്യുള്ളൂ. നിങ്ങളുടെ ബോഡി സ്റ്റേറ്റിന് എതിരായിട്ടും രാജ്യദ്രോഹപരമായിട്ടോ മറ്റു വല്ല ഭീഷണികളോ രാഷ്ട്രീയമായ അട്ടിമറി ഭീഷണികളോ നിങ്ങളുടെ ശരീരത്തിൽ നിന്നുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് അതിൽ ഇടപെടും. അല്ലാത്തതിൽ സ്റ്റേറ്റിലൊരു ഉത്തരവാദിത്വമല്ല. അപ്പോൾ ഇവിടെ രാജ്യം ഉണ്ടല്ലോ, രാജ്യം മനുഷ്യനെ നിയന്ത്രിക്കുമല്ലോ എന്നൊക്കെ പറയുന്നത് വെറും വിഡ്ഢിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മതിയല്ലോ എന്നത് തെറ്റായൊരു ഒരു കാഴ്ചപ്പാടാണ്. ഇനി ചിലർ സമൂഹം മതിയല്ലോ, സമൂഹത്തിൽ നല്ല നന്മകളൊക്കെ ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് ജീവിച്ചാൽ പോരെ, സമൂഹത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ അതിനനുസരിച്ച് ജീവിച്ചാൽ പോരെ. ഇതും തെറ്റായൊരു ഉപദേശമാണ്. അപ്പം ഞാൻ ഈ അടുത്തൊരു 10 ദിവസം മുമ്പ് ഞാനൊരു മുസ്ലിം ചെറുപ്പക്കാരനെ കണ്ടു. കുറച്ച് മതപഠനവും ഒക്കെ നേടിയൊരു ആളാണ്, കുറേശ്ശൊക്കെ നേടിയ ആളാണ്. പക്ഷെ അവനിപ്പോൾ അങ്ങനെ ഒരു നൂൽപ്പാലത്തുമ്പോൾ ഇങ്ങനെ ആടുകയാണ്. അവനൊരുപാട് സംശയങ്ങൾ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മൊറാലിറ്റി ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, പടച്ചോനാണ്. ഞാൻ നന്മ തിന്മകൾ ചെയ്യുന്നത് പടച്ചോന് വേണ്ടിയാണ്. അള്ളാഹിനെ പഠിച്ചിട്ട് നന്മ ചെയ്യുന്നു, അള്ളാഹിനെ പഠിച്ചിട്ട് തിന്മ ചെയ്യാതിരിക്കുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? ഞാനൊക്കെ നന്മ ചെയ്യുന്നത് എൻ്റെ മൊറാലിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ എന്താണ് എൻ്റെ മൊറാലിറ്റി എന്ന് വെച്ച് ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യണം. അല്ല. അപ്പോൾ അവൻ പറഞ്ഞു, അതത് സമൂഹങ്ങളിൽ ഉള്ള നന്മകൾ ഉണ്ടാവില്ലേ, അത് നമ്മൾ സ്വീകരിക്കും, അതത് സമൂഹങ്ങളിലെ തിന്മകൾ നമ്മൾ ഒഴിവാക്കും. കേൾക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഒരു ഉദാഹരണം, നീ കാനഡയിൽ പോയി, കാനഡയിലൊരു വിഭാഗം, ഒരു LGBT ആക്ടിവിസ്റ്റുകളുടെ ഒരു വിഭാഗമുണ്ട് കാനഡയിൽ, നാബ്ല എന്ന പേര്, നോർത്ത് അമേരിക്കൻ ബോയ്സ് ലവേഴ്സ് അസോസിയേഷൻ. ആൺകുട്ടികളുമായുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനുള്ള കൺസെൻഷ്വൽ സെക്സിന് വേണ്ടിയുള്ള ആൺകുട്ടികളുടെ പ്രായം കുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ട് കാനഡയിലെ ഹോട്ടലിൽ പോയാൽ
സുലഭമായിട്ട് ആൺകുട്ടികളെ കിട്ടും എന്നത് അവിടുത്തെ ഒരു സോഷ്യൽ നോമായി വന്നു എന്ന് സങ്കല്പിക്കുക. നീ അത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. സൊസൈറ്റിയാണല്ലോ ധാർമ്മികത നിശ്ചയിക്കേണ്ടത്. അപ്പോൾ എൻ്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കി, പിന്നെ വിഷയം മാറ്റി. അപ്പോൾ സൊസൈറ്റി ധാർമ്മികത നിശ്ചയിക്കുന്ന സന്ദർഭങ്ങൾ മറ്റു പലതും ഉണ്ടാവാം. ഇപ്പോൾ ഒരു രാജ്യത്തെ പാർലമെൻറ്റ് യോഗം ചേർന്ന് തീരുമാനിച്ചെന്ത്, നാളെ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ കൊല്ലാം. പാർലമെൻറ്റിൽ എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞാൽ അത് നിയമമാവും. ജർമ്മനിയിൽ അങ്ങനെയാണ് നിയമമായത്, ജൂതന്മാരെയൊക്കെ കൊല്ലാം. അത് അവിടുത്തെ നിയമമാണ്, അതുകൊണ്ട് അവർ കൊന്നു. നിയമം പാലിക്കുകയായിരുന്നു. ഒരു പക്ഷെ എങ്ങനെ നിയമം വന്നാൽ അത് നീ അംഗീകരിക്കുമോ? അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു സമൂഹം എന്താണോ ചെയ്യുന്നത് അത് നന്മ, സമൂഹം എന്താണോ ചെയ്യാത്തത് അത് തിന്മ എന്നുള്ള ഒരു മാനദണ്ഡം ഒരിക്കലും പറ്റൂല. മറിച്ച് ഫിലോസഫിയിലൊക്കെ പറയുന്ന ഒരു ഡിയോണ്ടോളജിക്കൽ എത്തിക്സാണ് മനുഷ്യർക്ക് ആവശ്യം. അതായത് മനുഷ്യരുടെ പുറത്തുള്ള ഒരു അമാനവമായ ഒരു അതോറിറ്റിയാണ് നന്മ തിന്മകളെ നിശ്ചയിച്ച് തരേണ്ടത്. മനുഷ്യൻ്റെ മാനുഫാക്ചറർ അള്ളയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രമേ അത് നിശ്ചയിച്ച് തരാൻ പറ്റുള്ളൂ. നിശ്ചയിച്ച് തന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത പക്ഷം ആർക്കും എന്തും പറയാം. ഇപ്പോൾ ആധുനിക ഫിലോസഫിയിൽ ധാർമ്മികതയുടെ ഒരു മാനദണ്ഡം എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്ലെഷർ. സന്തോഷം, എത്ര അധികം സന്തോഷം ഉണ്ടാവുന്നു, സന്തോഷം കൂടുന്നതിനനുസരിച്ച് അത് നന്മയാണ്, സന്തോഷം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അത് തിന്മയാണ്. അപ്പോൾ അതിനെതിരെ വന്ന ഒരു ക്രിറ്റിസിസം എന്താണെന്ന് വെച്ചാൽ, ഒരു ആ ക്ലിനിക്കിൽ ഒരു മൃതപ്രായനായൊരു മനുഷ്യൻ, 60-70 അടുത്തൊരു മനുഷ്യൻ പിന്നെ വെന്റിലേഷൻ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുക. തൊട്ടപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ടിൽ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയുള്ള വലിയ സ്ക്രീനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു 300 ആൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ സ്ക്രീന് കൃത്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാളെ വെന്റിലേഷൻ ഒഴിവാക്കിയിട്ട് അവിടെ കൊടുക്കണം ഇലക്ട്രിസിറ്റി, എന്നാലേ ഈ 300 ആളുകൾക്ക് വേൾഡ് കപ്പ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കൺസീക്വൻഷ്യലിസ്റ്റ് എത്തിക്സ് പ്രകാരം മാക്സിമൈസേഷൻ ഓഫ് പ്ലഷർ എന്നുള്ള അടിസ്ഥാന പ്രകാരം, അതായത് ഏറ്റവും കൂടുതൽ സന്തോഷം എത്ര ആളുകൾക്കാണോ അധികം സന്തോഷം കിട്ടുന്നത് അതാണ് നന്മ, അല്ലാത്ത അതിന് പ്രിഫറൻസ് കൊടുക്കണം എന്ന തിയറി പ്രകാരം ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക? ഈ മൃതപ്രായനായ മനുഷ്യൻ്റെ അടുത്തുള്ള ഇലക്ട്രിസിറ്റി ഡിറ്റാച്ച് ചെയ്തിട്ട് എവിടെ കൊടുക്കും? 100-300 ആളെ സന്തോഷമല്ലേ, വേൾഡ് കപ്പ് അല്ലത് എന്ന നിലയിൽ മാറ്റി കൊടുക്കേണ്ടി വരും. ഞാനിത് പറയാൻ കാരണം, ദാറുദയിലെ എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഷംനാദ്, പടച്ചറബ്ബ് പുറത്തു കൊടുക്കട്ടെ, അവനൊരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട സമയത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ മോർച്ചറിയിൽ പോയി. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് നമ്മളോട് പറഞ്ഞു, പിന്നെ നിങ്ങളെ കുട്ടിയായിരുന്നു അല്ലേ, 19 ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ടോ എന്ന് പറഞ്ഞു. മറ്റേ CPR ഒക്കെ കൊടുത്ത് ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ അവനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. 19 ആയതുകൊണ്ടാണ് ട്രൈ ചെയ്തത്. 91 ആണെങ്കിൽ തിരിഞ്ഞു നോക്കൂല. അപ്പുറത്ത് 41ഉം 21 ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. അത് മെഡിക്കൽ കോളേജിലൊക്കെ നടക്കുന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ? അതാണ് അവരുടെ എത്തിക്സ്. ഏറ്റവും ചെറുപ്പക്കാരാണ് അവർ പരിഗണിക്കുക. അപ്പോൾ ഈ എത്തിക്സിന് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാണോ അതിനനുസരിച്ച് എത്തിക്സ് എന്ന് പറയുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് മാത്രം ദുഃഖം, 100 ആൾ ബലാത്സംഗം ചെയ്യാണെങ്കിൽ 100 ആൾക്ക് സന്തോഷമല്ലേ? ഇതൊരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എത്തിക്സാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടം മുന്നോട്ട് വന്ന് പീറ്റർ സിംഗറെ പോലുള്ളൊരു ഫിലോസഫർ ഉണ്ട്. പീറ്റർ സിംഗർ പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശമല്ല. കാരണം അവരെ കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ആരോ ആണെങ്കിൽ കൊല്ലാം, വധശിക്ഷയ്ക്ക് വിധേയമാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ എത്തിക്സ് പറഞ്ഞ് അവിടേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളിതിങ്ങനെ ഒരു പുക പോലെ ഇങ്ങനെ പോയാൽ പോരാ. നമുക്കിതിൽ തിയററ്റിക്കലായിട്ടുള്ള ക്ലാരിറ്റി വേണം, എന്നാലും നമുക്ക് ആളുകളോട് ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ പറയുന്നത് സയൻസിന് നന്മ തിന്മകൾ തീരുമാനിക്കാൻ പറ്റും. ശാസ്ത്രം കണ്ടെത്തി തരുമല്ലോ നന്മ തിന്മകളൊക്കെ. ശാസ്ത്രം ന്യൂക്ലിയർ ഫിഷൻ എങ്ങനെ നടത്താമെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്താൻ പറ്റും. പക്ഷെ അത് ഹിരോഷിമയിലിടണോ നാഗസാക്കിയിലിടണോ അത് ഇടണ്ടേ, അത് ശാസ്ത്രത്തിൽ തീരുമാനിക്കാൻ കഴിയില്ല. അത് തീരുമാനിക്കേണ്ടത് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. യുവാൽ ഹരാരി സാപ്പിയൻസിൽ എഴുതിയത് കാണാം. ഇറ്റ് ഈസ് അൺക്ലിയർ വാട്ട് ഷുഡ് വി ഡു വിത്ത് ദ ഇൻക്രീസിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജെനറ്റിക്സ്. ഷുഡ് വി യൂസ് ദിസ് നോളജ് ടു ക്യൂർ ക്യാൻസർ, ടു ക്രിയേറ്റ് എ റൈസ് ഓഫ് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് സൂപ്പർമാൻ, ഓർ ടു എഞ്ചിനീയർ ഡയറി കൗസ് വിത്ത് സൂപ്പർ സൈസ്ഡ് അഡേഴ്സ്? മൂപ്പര് പറയുന്നത് വെച്ചാൽ ജെനറ്റിക്സ് ഇപ്പോൾ ഒരുപാട് വികസിച്ചു. ഈ ജെനറ്റിക്സ് കൊണ്ട് നമ്മൾ ക്യാൻസർ ചികിത്സയാണോ നടത്തേണ്ടത്, അതോ ജനറ്റിക്കലി എഞ്ചിനീയർഡായ ഒരു സൂപ്പർമാൻ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്, അതോ ഒരുപാട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭീമൻ അകിടുകളുള്ള പശുക്കൾ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് സയൻസിന് പ്രത്യേകിച്ച് അതിൽ കാഴ്ചപ്പാടൊന്നുമില്ല. സയൻസ് ആ പണി ചെയ്തു തരും. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ വ്യക്തത ഉണ്ടാവുള്ളൂ.
അപ്പോൾ എത്തിക്സ് കൊടുക്കുന്നത് മതത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ വരുന്ന എഞ്ചിനീയർമാരൊക്കെ എത്തിക്സ് പഠിക്കണം എന്നും കൂടി യുവാൽ ഹരാരി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നത്, ഒരു റോട്ടിലൂടെ ഇനി ഓട്ടോമാറ്റിക് കാറൊക്കെ വരാൻ പോവാം. ഒരു റോട്ടിലൂടെ ഒരു കാറ് സഞ്ചരിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് കാറാണ്, പിന്നിൽ അതിൻ്റെ മുതലാളി കടന്നുറങ്ങുന്നുണ്ട്, കാർ ഓട്ടോമാറ്റിക്കായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ബോൾ ചേസ് ചെയ്തിട്ടൊരു കുട്ടി കാറിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഈ കാറിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ ഈ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കാതെ കാറ് വെട്ടിക്കുകയും തൊട്ടപ്പുറത്തെ ട്രക്കിലോ മറ്റോ ഡിവൈഡറിലോ പോയി ഇടിച്ചിട്ട് കാർ ഓണറുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യും. ഈ 2 ഓപ്ഷനേ ആ കാറിനുള്ളൂ. പക്ഷേ ഈ കാർ എന്ത് തീരുമാനം എടുക്കും? അത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മുടെ സിബിസിൻ്റെ സനത് വാങ്ങിക്കുന്ന ആളുകൾ താഴെ പ്രെയർ ഹാളിലേക്ക് എത്തിച്ചേരണം എന്ന് അറിയിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്നിട്ട് യുവാൽ ഹരാരി വിശദീകരിക്കുന്നത് കാണാം. അങ്ങനെയാണെങ്കിൽ അത്തരം കാറുകൾ ഉണ്ടാക്കുന്ന എൻജിനീയർമാർക്ക് ഇനി എത്തിക്സും മതവും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഇതൊരു എത്തിക്കൽ ക്വസ്റ്റ്യനാണ്, ഇത് എവിടെ ഇടിക്കണം എന്നുള്ളത്. അപ്പം പുള്ളി പറയുന്ന ഇനി 2 വിധം ഓട്ടോമാറ്റിക് കാറുകൾ ഉണ്ടാവുക. ഒന്ന് ഈഗോയിസ്റ്റിക് കാറുകളും ഒന്ന് ആൾട്രൂയിസ്റ്റിക് കാറുകളും. ആൾട്രൂയിസ്റ്റിക് കാറാണെന്നുണ്ടെങ്കിൽ ഈ പന്ത് ബോൾ ചേസ് ചെയ്ത് വരുന്ന കുട്ടിയെ രക്ഷിക്കുകയും ഈ ട്രക്കിൽ പോയി ഇടിച്ച് ചിലപ്പോൾ അതിൻ്റെ ഓണറൊക്കെ മരിക്കുകയും ചെയ്യും. ഈഗോയിസ്റ്റിക് കാറാണെന്നുണ്ടെങ്കിലോ ഡ്രൈവറെ രക്ഷിക്കും, ഈ കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കും. അദ്ദേഹം എത്തിക്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ വിശദീകരിക്കാം. അപ്പോൾ ഈ എത്തിക്സുമായി ബന്ധപ്പെട്ട് സയൻസിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, അത് സയൻസിന് ഒരിക്കലും നന്മ തിന്മകൾ തീരുമാനിക്കാൻ കഴിയില്ല. അത് നമുക്ക് അമാനവമായ ഒരു അതോറിറ്റിയിൽ നിന്നും, മനുഷ്യർക്ക് അപ്പുറത്തുള്ള ഒരു അതോറിറ്റിയിൽ നിന്നും അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു കാര്യമാണ്. പിന്നുള്ളൊരു വാദം, മതമാണ് ഈ ലോകത്ത് പ്രശ്നങ്ങളൊക്കെ മൂല കാരണം. മതമാണ് വയലൻസ് ഉണ്ടാക്കുന്നത്, മതത്തിൻ്റെ പേരിലാണ് ആളുകൾ തല്ലുകൂടുന്നത്. കാരൻ ആംസ്ട്രോങ്ങിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഫീൽഡ്സ് ഓഫ് ബ്ലഡ്, റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ അവർ പറയുന്നത് ലോകത്ത് ഇന്നേ വരെ നടന്ന യുദ്ധങ്ങൾ അതിൻ്റെ ഒരു പൊതു ചരിത്രം വിശദീകരിച്ച് അനലൈസ് ചെയ്തിട്ട് അവരെത്തിയൊരു കൺക്ലൂഷൻ, അവർ ജൂതന്മാരെയും ക്രിസ്ത്യന്മാരും ഹിന്ദുക്കളും ബുദ്ധന്മാരെയും ഇവരുടെ എല്ലാം യുദ്ധങ്ങളുടെയൊക്കെ ചരിത്രം വിശകലനം ചെയ്തിട്ട് അവർ പറയുന്നത് മതമല്ല യുദ്ധങ്ങൾ ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണം, മനുഷ്യൻ്റെ സ്വാർത്ഥതയാണെന്നുള്ളതാണ്. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, റഷ്യ മാവോ സേത്തുങ് ചൈനയിൽ കൊന്നത്, ജർമ്മനിയിൽ ഹിറ്റ്ലർ കൊന്നത്, പോൾപോട്ട് കംബോഡിയയിൽ കൊന്നത്, സോവിയറ്റ് റഷ്യയിൽ നമ്മുടെ സ്റ്റാലിൻ കൊന്നത്, ഇവരൊന്നും മതവിശ്വാസികളല്ല, ഇവരൊക്കെ നിരീശ്വരവാദികളും സ്വന്തം സ്വാർത്ഥമോഹത്തിന് അടിമപ്പെട്ട ആളുകളാണ്. അപ്പോൾ വയലൻസിൻ്റെ ലോകത്ത് നടന്ന മുഴുവൻ വയലൻസിൻ്റെ കണക്കെടുത്താൽ അതിൻ്റെ ഒരു മൂല കാരണം മതമല്ല എന്ന് കാരൻ ആംസ്ട്രോങ് വളരെ വ്യക്തമായിട്ട് ഒരു പുസ്തകം തന്നെ അവരതിനു വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റൊരു പുസ്തകം ഞാൻ പരിചയപ്പെടുത്താം. 1980 മുതൽ 2009 വരെ നടന്ന സൂയിസൈഡ് ബോംബിങ്ങളുടെ ഒരു ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. റോബർട്ട് പൈപ്സും ജെയിംസ് ഫെൽമാനും ചേർന്ന് എഴുതിയ പുസ്തകമാണ് കട്ടിംഗ് ദ ഫ്യൂസ്. സൂയിസൈഡ് അറ്റാക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അവിടെ അതിൽ അദ്ദേഹം പറയുന്നത് 1980 മുതൽ 2009 വരെ നടന്ന എല്ലാ സൂയിസൈഡ് അറ്റാക്കുകളുടെയും കണക്ക് എടുത്തിട്ട് പറയുന്നതാണ്, ഇതൊക്കെ നടന്നതിൻ്റെ പ്രധാന കാരണം മതമല്ല. ഇത് നടന്നതിൻ്റെ ഏറ്റവും മൂല കാരണം എന്താണ്? അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഈ സൂയിസൈഡ് അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുടെ നാടുകളിലേക്ക് കടന്നു കയറി അതുണ്ടാക്കിയ പ്രശ്നങ്ങളെ തുടർന്നാണ് സൂയിസൈഡ് ബോംബേഴ്സ് ലോകത്ത് ഉണ്ടായതെന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് തെളിഞ്ഞു വരുന്നൊരു ചിത്രമുണ്ട്. ഇപ്പോൾ തമിഴ് പുലികളുടെ ആക്രമണം മുതൽ ഇറാഖിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ സൂയിസൈഡ് ബോംബേഴ്സിൻ്റെ മൊത്തം കണക്കെടുത്തിട്ടാണ് ഇവർ പറയുന്നത്. വയലൻസ് എന്ന് പറഞ്ഞാൽ അതിനെയും മതത്തെയും സമീകരിച്ചിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങളും അത് മതത്തിൻ്റെ ആളുകളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ പറയുന്നു മതം അടിമത്തമാണ്. ഈ അടുത്ത് രവിചന്ദ്രനും ഷുഹൈബുൽ ഹൈത്തമിയും നടന്നൊരു സംവാദം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് രവിചന്ദ്രൻ്റെ സംസാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംസാരം അതായിരുന്നു. അതിന് കാരണം ജയിച്ചത് ഷുഹൈബുൽ ഹൈത്തമി നമ്മുടെ ഭാഗത്ത് മേൽക്കൈ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് വേറെ വിഷയം, അത് നമുക്ക് തന്നെ ആയിരുന്നു മേൽക്കൈ. പക്ഷേ രവിചന്ദ്രൻ അതിൽ അയാളുടെ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് കൃത്യമായി പറഞ്ഞു. ഇത്രകാലം അയാൾ പറഞ്ഞത് വിഡിത്തായിരുന്നു എന്ന് അന്ന് തെളിഞ്ഞു. കാരണം അയാൾ വിശദീകരിച്ച് എന്താണെന്ന് വെച്ചാൽ
മതം എന്ന് പറഞ്ഞാൽ അടിമത്താണ്, എല്ലാവരും അടിമകളാണ്. എന്നിട്ട് മൂപ്പർ പറയണത് പിന്നെ വിശ്വാസികളാണ് ഞങ്ങളെപ്പറ്റി നുണ പറഞ്ഞത്, സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം, അങ്ങനെ ഞങ്ങൾ പറഞ്ഞേക്കണം. അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ഒരിക്കലും സാധ്യമല്ലല്ലോ. കാരണം ഇപ്പം ഞാൻ ബസ്സിലിരിക്കുകയാണ്, എൻ്റെ അപ്പുറത്ത് ഒരാൾ ഇരിക്കേണ്ടതിന് എനിക്ക് നേരെ തുപ്പാൻ പറ്റില്ല, അയാളെ മേഴത്താവാതെ തുപ്പേണ്ടി വരും. അതുപോലെ രാജ്യത്തിനകത്ത് ഭരണഘടനയും നിയമങ്ങളും അതൊക്കെ പാലിക്കേണ്ടി വരും. അതൊന്നും പാലിക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ പാലിക്കുന്നുണ്ട്. പക്ഷെ മതത്തിൻ്റെ ആളുകൾ അടിമത്തത്തിലാണ്. അപ്പം മതത്തിൻ്റെ ആളുകൾ മതം അംഗീകരിക്കുന്നു. എന്നിട്ട് പുള്ളി പറയണത് സംഭവം ഞങ്ങളും പല നിയമങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ഞാനൊരു അടിമയല്ല, കാരണം ഞാൻ മുസ്ലിമല്ല. ഞാനൊരു അടിമയല്ല, കാരണം ഞാൻ ക്രിസ്ത്യൻ വിശ്വാസവും സ്വീകരിച്ചിട്ടില്ല. ഞാനൊരു അടിമത്തത്തിൽപ്പെട്ട ആളല്ല, കാരണം ഞാൻ ജൂത വിശ്വാസവും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അവർ ഒരുപാട് അടിമത്തത്തിന് വിധേയരായ ആളുകളാണ്. വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടിമയല്ല. ഇതാണ് അപ്പോൾ ഡിഗ്രി അനുസരിച്ചാണ്. അവരെക്കാളും സ്വതന്ത്രനാണ് ഞാൻ. പക്ഷെ ഞാൻ പൂർണ്ണമായി സ്വതന്ത്രനല്ല, ഞാൻ ഭരണകൂടം അനുസരിച്ചാണ് ഞാൻ പോണത്. നിൽക്കട്ടെ, രവിചന്ദ്രനേക്കാൾ പുരോഗമിച്ച ഒരാൾ, പുരോഗമനമുള്ള ഇതൊക്കെ സ്വാതന്ത്ര്യം, നാഷൻ സ്റ്റേറ്റൊന്നും ഇവിടെ ആവശ്യമില്ല, രാജ്യങ്ങളും നിയമങ്ങളും പട്ടാളൊന്നും ഇവിടെ ആവശ്യമില്ല, മനുഷ്യന്മാരൊക്കെ ഉള്ളിൽ നന്മയുള്ളവരാണ്, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, എനിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം എന്നൊരാൾ പറഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം രവിചന്ദ്രൻ അടിമയല്ലേ? ആപേക്ഷികമായ സ്വാതന്ത്ര്യമാണ് ഇയാൾ മുന്നോട്ട് വെച്ചതെന്നുള്ളതോടുകൂടി ഈ പറഞ്ഞ എല്ലാ വാദങ്ങളും പൊളിഞ്ഞുപോയി. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു പൊള്ളയായ സാധനമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. പിന്നെ അടിസ്ഥാനപരമായിട്ട് മതം മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. സ്റ്റേറ്റൊക്കെ മനുഷ്യനെ നിയന്ത്രിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഹെൽമെറ്റ് ഇടാതെ പോവുകയാണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ പോവുകയാണ്, കൈ കാണിച്ച് നിർത്തി പോലീസ് പറഞ്ഞെന്ത് എടുത്തോ, നിയമമൊക്കെ അറിയില്ലേ, 1000 രൂപ എടുത്തോ എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസിനോട് പറയാം, എൻ്റെ പൊന്നു സാറേ, ഞാൻ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് എൻ്റെ ആന്തരികാവയവങ്ങൾക്ക് പരിക്കുപറ്റി ഞാൻ മരിച്ചു പോയാൽ മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമല്ലേ, സാർ എന്തിനാണ് ഇടപെടണമെന്ന് ചോദിച്ചാൽ അപ്പോൾ പോലീസ് പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതൊക്കെ ശരി തന്നെ, നിനക്ക് മാത്രമാണ് നഷ്ടമുള്ളതെന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇവിടെ ട്രാഫിക് നിയമം പാലിച്ചോളാം. ഈ മൈ ബോഡി മൈ റൈറ്റൊക്കെ നിങ്ങൾ കേട്ടുക്കണം. നേരത്തെ പറഞ്ഞ 3 ആൾക്കാർ സജീവമായിട്ട് കേട്ടിട്ടുണ്ടാവും. എൻ്റെ ശരീരം എൻ്റെ അവകാശം, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ പ്രണയിക്കും, എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ ഞാൻ പോകും, എനിക്കിഷ്ടമുള്ളത് ഞാൻ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യും, എൻ്റെ മാതാപിതാക്കളോ എൻ്റെ അധ്യാപകരോ എന്നെ ഇടപെടേണ്ട ആവശ്യമില്ല, എൻ്റെ ശരീരം എൻ്റെ അവകാശം. ഇതാണ് പുരോഗമനം. ഇതാണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമനവാദത്തിൻ്റെ ഒരു മോട്ടോ. മനസ്സിലായോ? അത് പുരോഗമന വിദ്യാർത്ഥി സംഘടനകളൊക്കെ എപ്പോഴും ഉയർത്തുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളും കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പിടിക്കുമ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മതം മാത്രമല്ല മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, സ്റ്റേറ്റും മനുഷ്യനെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷെ മതം നിയന്ത്രിക്കുമ്പോൾ മാത്രം ഭയങ്കര പ്രശ്നമാണ്. അത് ഇനി നമ്മൾ വിട്ടു. അതെന്താ ഗുണ്ടായിസല്ലത്, ബാക്കി എല്ലാവർക്കും നിയന്ത്രിക്കുക, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു തിയററ്റിക്കൽ എംബോഡിമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിഷയങ്ങൾ നമ്മളനുസരിച്ച് നീങ്ങുന്നത്. പടച്ചോനെ പേടിച്ചിട്ടാണ്. അതിനുള്ള അവകാശം നമുക്കുണ്ട്. LGBTQക്കാർക്ക് ഭയങ്കര അവകാശമുണ്ട്, അതൊക്കെ അവരുടെ ചോയ്സാണ് എന്ന് ഇവർ പറയും. അപ്പോൾ ആ ചോയ്സ് വാദപ്രകാരം ആർക്കും ചോയ്സ് വേണം. സതി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനും ചോയ്സ് വേണ്ടേ? സതി പണ്ട് നിരോധിച്ചല്ലേ. സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച, ഹിന്ദു ആചാരപ്രകാരം ഭർത്താവ് മരിച്ചാൽ, രജപുത്രരുടെ ആചാരമൊക്കെ ആയിരുന്നു, ഭർത്താവ് മരിച്ചാൽ അതേ ചിതയിൽ ചാടി പെണ്ണും മരിക്കും. അത് ഇന്ത്യയിൽ നിരോധിച്ചു. അത് വലിയ പുരോഗമനമായിട്ട് എണ്ണുന്ന MN കാരശ്ശേരി തൊട്ടപ്പുറത്ത് പറയുന്ന സെൻറ്റൻസ് LGBTക്കാർക്ക് അവകാശം വേണം, അവരുടെ ചോയ്സിനെ മാനിക്കണം. ചോയ്സ് അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുകയെന്നുണ്ടെങ്കിൽ, ആകെ മൊത്തം ചോയ്സ് അനുസരിച്ചാണ് ധാർമ്മികത തീരുമാനിക്കുന്നത് എങ്കിൽ സതി ചെയ്യാൻ ആഗ്രഹമുള്ള പെണ്ണിനെ അതിനും അനുവദിച്ചു കൊടുക്കണ്ടേ? പക്ഷെ അതിനിവിടെ നിരോധനമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ നാഷണൽ സ്റ്റേറ്റ് നിയന്ത്രിക്കുകയാണ് മനുഷ്യന്മാരെ. ഇതൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മതം നിയന്ത്രിക്കുമ്പോൾ മാത്രം, മതം നിസ്കരിക്കാൻ പറയുമ്പോഴും മതം നോമ്പെടുക്കാൻ പറയുമ്പോഴും മാത്രം പ്രശ്നം. അത് നമ്മളൊക്കെ ഇപ്പോൾ ആ ട്രാപ്പിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഇപ്പോൾ മതം 18 വയസ്സായാൽ മതം പഠിപ്പിച്ചാൽ മതി, ഭയങ്കര വീരവാദം നമ്മൾ കേൾക്കും. 18 വയസ്സ് വരെ ഒന്നും പഠിപ്പിക്കരുത്. എന്നാൽ 18 വയസ്സ് വരെ എന്തൊക്കെ പഠിപ്പിക്കുക? ഫ്രഞ്ച് വിപ്ലവം പഠിപ്പിക്കുക, ഒക്ടോബർ വിപ്ലവം പഠിപ്പിക്കുക, ഫ്രാറ്റേണിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രാറ്റേണിറ്റി പഠിപ്പിക്കുക, പിന്നെ മറ്റു ലോക യുദ്ധങ്ങളെ ചരിത്രം പഠിപ്പിക്കുക. അതെന്താണ്? അത് ആധുനിക സെക്കുലർ യൂറോപ്യൻ ലോകക്രമത്തിൻ്റെ ചരിത്രമാണ്. അപ്പോൾ അതൊക്കെ പഠിപ്പിക്കുക, അത് ജനറൽ നോളജ്. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പോണതോ അത് പ്രാകൃതം. അതെന്താ? അത് ഗുണ്ടായിസല്ലേ? എന്നാൽ പിന്നെ എല്ലാം പഠിപ്പിക്കണത്. കുട്ടി തിരഞ്ഞെടുക്കട്ടെ നല്ലത് ഏതാണ്, അത് പറ്റൂല. ഇത് മൊത്തത്തിലൊരു ഗുണ്ടായിസത്തിന് വിധേയമായിട്ടാണ് നമ്മൾ പോണതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? നമ്മൾ സ്റ്റേറ്റിനെ മാനിക്കുന്നു, അത് ഇസ്ലാമിക നിയമമാണ്. ഒരു രാജ്യത്തൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ എ ഗവൺമെൻറ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഖയോസ്.
അരാജകത്വത്തെക്കാൾ ഏറ്റവും നല്ലത് ഒരു ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഇല്ലെങ്കിൽ തോന്നിയ ആളുകൾ കൊള്ളയും കൊലയൊക്കെ അങ്ങനെ ജീവിക്കും, പ്രശ്നങ്ങളുണ്ടാവും. ഒരു ഗവൺമെൻറ് ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് പറഞ്ഞത് പ്രകാരം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക നിയമം. നമ്മളത് പാലിക്കുന്നവരാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും നിങ്ങളെ നിയന്ത്രിച്ച് കളയും, നിങ്ങളാരും നിയന്ത്രണം ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന വാദത്തെയാണ് നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത്. പിന്നെ ശാസ്ത്രം, മതം, ഇങ്ങനെ രണ്ട് ബൈനറി ഉണ്ടാക്കിയിട്ടുണ്ട്. മതം ഉപേക്ഷിക്കൂ, മനുഷ്യരാവൂ. മതം ഉപേക്ഷിക്കൂ, ശാസ്ത്രബോധം ഉണ്ടാക്കൂ. അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് തോന്നും മതം വിടുന്നു, എത്രത്തോളം മതം വിടുന്നു അത്രത്തോളം ശാസ്ത്രീയമായ പുരോഗതി ഉണ്ടാവും. എത്രത്തോളം ശാസ്ത്രത്തിൽ നിന്ന് അകന്നു പോകുന്നു അത്രത്തോളം മദ്രസ പൊട്ടനാവും, മതപ്പൊട്ടനായി മാറും. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കുറേ ആളുകൾ ഇതിൽ വീണ് പോകുന്നുണ്ട്. നമ്മളെ ആളുകൾ തന്നെ ഇതിൽ വീണ് പോകുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആധുനിക ശാസ്ത്രത്തിൽ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാതെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ചരിത്രം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. ഈ ഐസക് ന്യൂട്ടൻ ഒരു വിശ്വാസിയായിരുന്നു. ഐസക് ന്യൂട്ടൻ്റെ പ്രവചനം എന്താണെന്ന് പറയുന്നത്, 2060-നും 2344-നും ഇടയിൽ ലോകാവസാനം സംഭവിക്കുന്ന. അത് എന്ത് വെച്ചിട്ടാണ് മൂപ്പര് കണക്കൂട്ടി പറഞ്ഞൊന്നല്ലത്, വിശ്വാസമാണ്. മൂപ്പരുടെ പുസ്തകം ഒബ്സർവേഷൻസ് ഓൺ ദ പ്രൊഫസീസ് ഓഫ് ഡാനിയൽ ആൻഡ് അപ്പോക്കലിപ്സ് ഓഫ് സെൻറ്റ് ജോൺ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഐൻസ്റ്റീന് ബൈബിളിലെ വാചകങ്ങളൊക്കെ മുൻനിർത്തി അനലൈസ് ചെയ്തിട്ട് എത്തിയ ഒരു കൺക്ലൂഷനാണ് എന്ത്, അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇന്ന ദിവസം ഇന്നതുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ബൈബിൾ അനലൈസ് ചെയ്തിട്ട് സാക്ഷാൽ ഐസക് ന്യൂട്ടൺ എത്തിയ കൺക്ലൂഷനാണ് 2060-നും 2344-നും ഇടയിൽ ലോകാവസാനം ഉണ്ടാവും. ഐസക് ന്യൂട്ടൺ നല്ലൊരു വിശ്വാസിയായിരുന്നു. ഐസക് ന്യൂട്ടനാണ് ഗ്രാവിറ്റി കണ്ടെത്തിയത് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഗ്രാവിറ്റി വരുന്നത് എന്നുള്ളതിൻ്റെ സത്താപരമായ വിശദീകരണം മൂപ്പർക്ക് തരാൻ പറ്റിയിട്ടില്ല. എന്താ സത്താപരമായ വിശദീകരണം? ഒരു സാധനം മേലെ കിട്ടാൽ അത് ഭൂമിയിലേക്ക് തന്നെ വരാൻ കാരണം, അപ്പോൾ ഈ ഭൂമിക്ക് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രത്യേകത നിശ്ചയിച്ചു കൊടുത്തത് ആരാണ്? അത് ദൈവമാണെന്നാണ് ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞത്. പക്ഷെ അത് പിന്നീട് അത് കണക്കുകൂട്ടി തെളിയിച്ചിട്ട് ഒരു ഭൗതികമായൊരു സാധനമായിട്ട് ന്യൂട്ടോണിയൻ ഫിസിക്സ് മാറി, ദൈവത്തെ മാറ്റി നിർത്തിയിട്ടൊരു സാധനമായിട്ട് പിന്നീട് സയൻസ് സഞ്ചരിക്കുകയാണ്. പക്ഷെ സാക്ഷാൽ ഐസക് ന്യൂട്ടൻ ആരായിരുന്നു? ഒരു വിശ്വാസിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ശാസ്ത്രത്തിലൂടെയാണ് പല കാര്യങ്ങളും അദ്ദേഹം കണക്ക് ചെയ്ത് തെളിയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിന് അദ്ദേഹത്തിന് പ്രചോദനമായതും പല ചോദ്യങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾക്ക് പൂർണ്ണത നൽകിയതും ദൈവവിശ്വാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഐൻസ്റ്റൈനും ഒരു ദൈവവിശ്വാസിയായിരുന്നു. പക്ഷെ നമ്മളെന്നും പോലുള്ളൊരു ദൈവവിശ്വാസിയല്ല, ഡീയിസ്റ്റ് ആയിരുന്നു. ഡീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പിനോസയുടെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ഡീയിസം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ട്, ദൈവം ഈ പ്രപഞ്ചം കണ്ട് സൃഷ്ടിച്ചിട്ട് പിന്നെ മൂപ്പരിതൊന്നും മെയിൻ ചെയ്യാതെ അങ്ങനെ ഇരിക്കുക, ഹയ്യും കയ്യൂമും ഒന്നുമല്ല. ഈ എല്ലാ ധാർമ്മികതയും നിർണ്ണയിക്കുകയും ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് മനുഷ്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളൊന്നുമല്ല ദൈവം, മറിച്ച് ഉണ്ടാക്കി പിന്നെ മൂപ്പരാണ് വിട്ടുന്നു. അങ്ങനെ വിശ്വസിച്ചിട്ട് ദൈവവിശ്വാസിയായിരുന്നു സാക്ഷാൽ ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ അത്ര പഴയ ആളല്ല, ഐസക് ന്യൂട്ടൻ്റെ അത്ര പഴയ ആളല്ല. ഗ്രാവിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ വേറെ ഒരുപാട് വിശദീകരണം നൽകിയ ആളാണ്. അതൊക്കെ പോട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് എന്ന് പറഞ്ഞൊരായത്തുണ്ട്. ആകാശഭൂമികളുടെ മാറി മാറി വരുന്ന ആ പ്രതിഭാസത്തിലൊക്കെ തലയിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ വകുപ്പുണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാണ്, ആരാണ് ഈ തലയിൽ ബുദ്ധിയുള്ള ആളുകൾ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടൊക്കെ അള്ളാഹനെ സ്മരിക്കുന്നവർ. ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ വന്നതെന്താ? നല്ലൊരു സൂഫിയായ മനുഷ്യൻ, അല്ലാതെ അപ്പോൾ ശാസ്ത്രജ്ഞനെ വന്നോ മനസ്സിൽ? ഇല്ല. എന്നിട്ടോ ഈ സൂഫിയായ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ പിന്നെ പറയുന്നത് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവർ ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിക്കും. എന്നിട്ട് അവർ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അപ്പോൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടൊക്കെ അള്ളാഹനെ ഓർക്കുന്ന മനുഷ്യന്മാരാണ് വലിയ വലിയ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെടേണ്ടവർ എന്നാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. പക്ഷേ നമ്മുടെ സമുദായത്തിലെ ശാസ്ത്രബോധം എന്ന് പറഞ്ഞപ്പോൾ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോടിക്കണക്കിന് മില്യൺ കണക്കിന് രൂപ ചിലവാക്കിയിട്ട് സ്വീഡനിലെയോ അമേരിക്കയിലോ ജർമ്മനിയിലെയോ ഒക്കെ ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും കണ്ടെത്തി പേപ്പറിൽ വന്നാൽ നമ്മൾ പറയും ഇതൊക്കെ നമ്മളെ ഖുർആനിലുണ്ട് എന്ന് പറയും. അതാണല്ലോ ഇപ്പോൾ നമ്മളെ ശാസ്ത്രബോധം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ആദ്യം ചെയ്യണ്ടേ? എന്നാൽ പോയി കണ്ടുപിടിക്കടോ എന്നൊക്കെ സലാം ഫൈസി ഒളവട്ടൂരൊക്കെ പ്രസംഗിക്കാറുണ്ട്. എന്നാൽ ഇജ്ജ് പോയി കണ്ടുപിടിക്കടോ. അത് കണ്ടുപിടിക്കില്ല, ഇതൊക്കെ നമ്മളെ ഖുർആനിലില്ലേ. പിന്നെ അങ്ങനെ ആൾക്കാർക്ക് ഇസ്ലാമിനെ കുറിച്ച് മതിപ്പ് പോവാതിരിക്കുക. പിന്നെ വേറൊരു ശാസ്ത്രബോധമുണ്ട്, ഈ മേഘത്തുമ്മൊക്കെ ഇങ്ങനെ അള്ളാഹ് മുഹമ്മദ് എന്നൊക്കെ, മേഘം ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ അള്ളാഹ് മുഹമ്മദ് എന്നൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് തട്ടും മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ്. അവിടെ അത് കണ്ടിട്ട് ഇങ്ങനെ. നേരെ മറിച്ച് നമ്മുടെ പൂർവികരായ ശാസ്ത്രജ്ഞന്മാരെന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? ഇബ്നുൽ ഹൈസം.
ഇബ്നുൽ ഹൈസമിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് 2015 യുനെസ്കോ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ലൈറ്റ് സെലിബ്രേറ്റ് ചെയ്ത് ആഘോഷിച്ചത്. ആ വർഷം മുഴുവൻ ഇബ്നുൽ ഹൈസമിൻ്റെ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് കിതാബുൽ മനാലിർ എന്ന പുസ്തകത്തിൻ്റെ ആഘോഷമായിരുന്നു. ഇബ്നുൽ ഹൈസമാണ് ആയിരക്കണക്കിന് കൊല്ലം നിലനിന്ന ഒരു അന്ധവിശ്വാസത്തെ തിരുത്തിയത്. എന്തായിരുന്നു അന്ധവിശ്വാസം? നമ്മൾ വസ്തുക്കളെ കാണുന്നത് കണ്ണിൽ നിന്നൊരു പ്രകാശം ഒരു വസ്തുവിൽ പോകുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കാണുന്നതെന്നായിരുന്നു പഴയ ആളുകളുടെ വിശ്വാസം. ടോളമിയുടെ കാലത്തുള്ള സയൻസ് അതായിരുന്നു. ഇബ്നുൽ ഹൈസം എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിയിച്ചു. ആദ്യത്തെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് അപ്ലൈ ചെയ്തത് ഇബ്നുൽ ഹൈസമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ പ്രകാശം ഒരു വസ്തുവിൽ പോയി തട്ടുകയും ആ വസ്തുവിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്. ക്യാമറയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അദ്ദേഹമാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ അറിയുന്ന ആളുകൾ ഇബ്നുൽ ഹൈസമിനെ ആഘോഷിച്ചു. നമുക്കിതൊന്നും അറിയില്ല, നമ്മൾക്ക് വേറെ പണിയല്ലേ, നമ്മളെ കുട്ടികൾക്ക് ഇതും അറിയില്ല, ഓല് സ്കൂളിൽ ഇതൊന്നും പഠിക്കണില്ല, ഓരോ സ്കൂളിൽ വേറെ പലതുമാണ് പഠിക്കുന്നത്. നമ്മളാണെങ്കിൽ വേറെ കുറേ പ്രശ്നങ്ങളിൽ എൻഗേജ്ഡാണ്. അതുപോലെ അബ്ബാസ് ബിൻ ഫിർനാസ് ആദ്യത്തെ അൺപവേർഡ് ഫ്ലൈറ്റ് നടത്തിയ ആളാണ്. ഗ്രാനഡയിൽ കുന്നുമ കയറി നിന്നിട്ട് മൂപ്പർ അങ്ങോട്ട് ചാടി, പറക്കാൻ വേണ്ടിയിട്ടാണ് ചാടിയത്. പക്ഷികളെ നിരീക്ഷിച്ചിട്ട് പ്രത്യേക അതേ ആകൃതിയിൽ ചിറകും ഒക്കെ തുന്നിപ്പിടിച്ചിട്ടാണ് മൂപ്പർ ചാടിയത്. കുറച്ച് സമയം മൂപ്പർ ഇങ്ങനെ പറന്നു കിടന്നു. ആളുകളൊക്കെ ആരവത്തോടെ അത് കണ്ടു. പിന്നീട് മൂപ്പർ വീണപ്പോൾ മൂപ്പർ ലാൻഡ് ചെയ്തപ്പോൾ മൂപ്പർ പ്രോപ്പർ ലാൻഡിങ് മൂപ്പർ സാധ്യമായില്ല. മൂപ്പർ വീണ് പരിക്കൊക്കെ പറ്റി. കാരണം പക്ഷികളുടെ വാലിൻ്റെ ഫംഗ്ഷൻ മൂപ്പർ നിരീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാല് ഘടിപ്പിക്കാൻ മൂപ്പർ മറന്നുപോയി. ഈ ഇബ്നു ഫിർനാസ് വലിയൊരു ആസ്ട്രോണമറായിരുന്നു. ഈ ഇബ്നു ഫിർനാസിൻ്റെ ഓർമ്മക്ക് ചന്ദ്രനിലൊരു കുഴിയുണ്ട്. ചന്ദ്രനിലെ ഓരോ കുഴികൾക്കും പേരുകളുണ്ട് കേട്ടോ. ചന്ദ്രനിൽ നമ്മൾ നോക്കിയ ക്രൈറ്റർ എന്നാണ് അതിന് പറയുക. ഇബ്നു ഫിർനാസ് ക്രൈറ്റർ എന്നാണ് അതിൻ്റെ പേര്. ഫ്രഞ്ച് സ്പേസ് ഏജൻസി ഇട്ട പേരാണ്. അതുപോലെ ഇബ്നു നഫീസ്, ജാബിർ ഇബ്നു ഹയ്യാൻ, അൽ ഖവാരിസ്മി, അൽബിറൂനി പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് സൂര്യപ്രകാശം സഞ്ചരിക്കുന്ന ദിശ നോക്കിയിട്ട് ജിയോമെട്രിക്കൽ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ ചുറ്റളവ് കണ്ടുപിടിച്ചു. 24,778.5 മൈൽ എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇന്നത്തെ ആധുനിക ഏറ്റവും അക്യുറേറ്റായ ഉപകരണങ്ങളുടെ കണക്ക് പ്രകാരം അൽബിറൂനിയുടെ കണക്കും ആ കണക്കും തമ്മിലുള്ള വ്യത്യാസം 122.5 മൈൽ മാത്രം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ ജിയോമെട്രിക്കൽ ട്രിഗോണോമെട്രി മുസ്ലിങ്ങൾക്ക് ആവശ്യമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കിബില കണ്ടെത്തേണ്ടതും ഒരു കുന്തത്തിൻ്റെ നിഴൽ അതിനോളമാവുന്നതും അതിനെ ഇരട്ടിയാവുന്നതും ഈ ജാതി കണക്കുകളൊക്കെ പല നാടുകളിലും ചെന്നപ്പോൾ പലതരത്തിലുമായി. അപ്പോൾ അതിന് കൃത്യമായ ജിയോമെട്രി അറിയണം, കൃത്യമായ മാത്തമാറ്റിക്സ് അറിയണം. അതിനുവേണ്ടി ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ സഞ്ചരിച്ചത് മുസ്ലിങ്ങളായിരുന്നു. എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും അത് കാണൂല. ചിലപ്പോൾ +2 ഡിഗ്രിയിലോ നമ്മളെ കുട്ടികൾ പഠിക്കുന്നില്ല. നമ്മൾ ഫുൾ A+ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആശീർവാദവും ഇതൊക്കെ കൊടുക്കും. പക്ഷെ കുട്ടികൾ എന്താ പഠിക്കണമെന്ന് നമ്മൾ നോക്കല്ല. കുട്ടികളെന്താ പഠിക്കണത്? ആണ് പെണ്ണ് എന്നിട്ട് വ്യത്യാസമല്ല. ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് ലൈംഗികാവയവം നോക്കിയിട്ട് തീരുമാനിക്കുന്നതല്ല. അതൊക്കെ അവനവൻ്റെ ഉള്ളിൽ ഓരോ തോന്നലാണ്. ഇതൊക്കെയല്ലേ കുട്ടികൾ പഠിക്കണത്. ഏതൊക്കെ സിലബസിൽ എന്തൊക്കെ വന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പല സിലബസുകളിൽ അത് വന്നു. നമ്മളൊക്കെ ആണുങ്ങളായത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ അവയവങ്ങൾ ഉണ്ടായതുകൊണ്ട്, നമുക്ക് ആണുങ്ങളുടെ ലൈംഗികാവയവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ആണായത്. പെണ്ണുങ്ങളായത് പെണ്ണുങ്ങളുടെ ലൈംഗികാവയവങ്ങൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതുമായുള്ള സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ആധുനിക ജെൻഡർ തിയറി പറയുന്നത് ജെൻഡറും സെക്സും തമ്മിലൊരു ബന്ധമല്ല. ഒരാൾക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അതാണ് ഓന്. അപ്പോൾ സ്വീഡനിലൊക്കെ പോയാൽ അല്ലെങ്കിൽ കാനഡയിലൊക്കെ പോയാൽ US UK പോയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ ഈ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷനുള്ള ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ തിയറി പ്രകാരം ജീവിക്കുന്ന ചില മനുഷ്യന്മാരെ നമുക്ക് കാണാം. പെട്ടെന്ന് സെലിബ്രിറ്റി ആവും അങ്ങനെ ജീവിച്ചാൽ. അതായത് ഞാനൊരു പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നൊരാണ് പറഞ്ഞാൽ ഓന് പെണ്ണുങ്ങളെ ബാത്റൂമിൽ കയറാം. പെണ്ണുങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതൊക്കെ ഓന് ചെയ്യാം. ഇതിനാണ് ആധുനിക ജെൻഡർ തിയറി എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. US സ്റ്റെഫോനി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട് കാനഡയിലെ. അയാളെ ഭാര്യനോട് പറഞ്ഞു, 5 മക്കളുണ്ട് അയാൾക്ക്. അയാളെ ഭാര്യനോട് പറഞ്ഞു, ഐ ഐഡൻറ്റിഫൈ മൈ സെൽഫ് ആസ് എ 6 years old ഗേൾ. ഞാനൊരു 6 വയസ്സായ പെൺകുട്ടിയായിട്ടാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ നാട്ടിലെ പുരോഗമനവാദികളെ SFI-കാരൊക്കെ മൂപ്പരെ സിന്ദാബാദ് വിളിച്ചുകൊണ്ട് പിന്നെ മൂപ്പരാവകാശമല്ലേ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ കൊണ്ട് പിന്നെ മൂപ്പര് ഇരിക്കുന്ന ഒരു ചിത്രം ഇങ്ങനെ വന്നു. വായിലൊരു നിപ്പിളും 6 വയസ്സായ കുട്ടീൻ്റെ ഒരു ഉടുപ്പും
കയ്യിലൊരു ടെഡി ബെയറൊക്കെ പിടിച്ചിട്ട് ഒരാളിങ്ങനെ 48 വയസ്സുള്ളൊരു ഹംക്ക്. ആ ചിത്രം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാം. കനേഡിയൻ മാൻ ലീവ്സ് ഫാമിലി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുരോഗമനമാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ 7 വയസ്സായ കുട്ടിയായിട്ട് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നാണ് അയാളുടെ വാദം. അയാളുടെ ജെൻഡർ തീരുമാനിക്കാനുള്ള അവകാശം അയാൾക്കുണ്ട് എന്നാണ് ആധുനിക ജെൻഡർ തിയറി പഠിപ്പിച്ചിട്ടുള്ളത്. ഡെമി മൈനർ എന്ന് പറഞ്ഞൊരാളുണ്ട്. അയാൾ US അയാൾ ജയിലിലിട്ടു. പെണ്ണുങ്ങളെ വാർഡിലാണ് പെണ്ണുങ്ങളെ സെല്ലിലാണ് അയാൾ ഇട്ടത്. കാരണം പെണ്ണായിട്ട് ബാധിക്കുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നു. ദ ഇൻകാർസറേറ്റഡ് ട്രാൻസ്ജെൻഡർ ഇംപ്രഗ്നേറ്റഡ് 2 ലേഡീസ്. തടവിലിടപ്പെട്ട ട്രാൻസ്ജെൻഡർ 2 പെണ്ണുങ്ങളെ ഗർഭിണിയാക്കി. എന്നിട്ട് അയാളെ പിന്നെ ആണുങ്ങളെ സെല്ലിക്ക് തന്നെ മാറ്റി. അപ്പോൾ ഈ ഹംകാണാണ്, എക്സാക്ട്ലി ആണാണ്. അപ്പോൾ ഇങ്ങനെ വില്യം തോമസ് ഉണ്ട്, പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലൊരു നീന്തൽക്കാരുണ്ടായിരുന്നു. അയാൾ നീന്തി പിന്നെ ആണുങ്ങളെ കൂടെ അയാൾ നീന്തൽ മത്സരം നടത്തിയപ്പോൾ അയാൾക്ക് 400 സംതിങ് റാങ്കൊക്കെ കിട്ടിയത്. പിന്നെ അയാൾ ലിയ തോമസ് പേരൊക്കെ മാറ്റി. എന്നിട്ട് പിന്നെ ഈ ഈസ്ട്രോജൻ അതുപോലുള്ള കുറേ സിലിക്കോൺ പോലത്തെ സാധനങ്ങളൊക്കെ കുത്തി വെച്ചിട്ട് മാറൊക്കെ വീർപ്പിച്ചിട്ട് മീശയൊക്കെ പഠിച്ചിട്ട് ഞാൻ പെണ്ണാന്ന് വാദിച്ചിട്ട് അയാൾ പിന്നെ വനിതാ വിഭാഗം നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തു. എന്നിട്ട് ആ പഹയന് 1ാം സ്ഥാനം കിട്ടി. ആ വനിതകളുടെ ഒളിമ്പിക് റെക്കോർഡ് വരെ തകർത്തു. ഇതൊക്കെ വന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ആധുനിക ജെൻഡർ തിയറി പഠിപ്പിക്കുന്നത് ഒരാൾ ആണാവുന്നതും പെണ്ണാവുന്നതും സെൽഫ് ഐഡൻറ്റിഫിക്കേഷനിലൂടെയാണ്, അല്ലാതെ ഓലെ അവയവങ്ങൾ നോക്കിയിട്ടല്ലാതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മൂപ്പര് പെൻഷൻ ഓഫീസിൽ വിളിച്ചു. ആൾ മലപ്പുറത്തായിരുന്നു. ക്ലബ് ഹൗസ് കാലത്തൊക്കെ പരിചയപ്പെട്ട ഒരാളാണ്. പെൻഷൻ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം ഇത് പെൻഷൻ ഓഫീസല്ലേ, ഞാൻ ഒരു 48 വയസ്സുള്ള ഒരാളാണ്, എൻ്റെ പേര് ഇന്നതാണ്, പക്ഷേ ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു 65കാരനായിട്ടാണ്, എനിക്ക് പെൻഷൻ കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ മാഡം ആദ്യം ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കും. അപ്പോൾ മാഡം അങ്ങനെ പറയരുത് മാഡം, ഇത് ഞങ്ങളുടെ ഫീലിംഗ് ആണ്, ഇത് ഞങ്ങളുടെ റൈറ്റ്സാണ്, ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ അതിൻ്റെ ഞങ്ങളുടെ വോയിസൊക്കെ നമുക്ക് അയച്ചു തന്നിരുന്നു. എന്നതുപോലെ തിരുവനന്തപുരത്ത് ഈ വിഷയങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ്റെ സുഹൃത്ത് അവൻ ജോലി ചെയ്യുന്ന പിന്നെ കോളേജിലെ ഹോസ്റ്റൽ വാർഡൻ ഒരു കത്തെഴുതി, ലേഡീസ് ഹോസ്റ്റലിൽ ഞാൻ എന്നെ ഒരു പെണ്ണായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആണാണ്, ഓനെല്ലാം കൊണ്ടും ആണാണ്. അപ്പോൾ ഞാൻ പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എനിക്ക് ഇനി നാളെ മുതൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസം മാറ്റാനുള്ള അവസരം തരണം. ഇപ്പോൾ അവരിങ്ങനെ കുറച്ച് നേരം സ്തംഭിച്ച് നിന്നത് കേട്ടിട്ട്, ഇതിപ്പോൾ പുരോഗമനമാണെങ്കിൽ എന്ത് ചെയ്യണം, ഇത് സമ്മതിക്കും വേണം, ഇന്നത്തെ അനുവദിച്ചു കൊടുത്തത് കൈവിട്ട് പോവുകയും ചെയ്യും. ഇത് കുറേ മുമ്പുള്ള അനുഭവമാണ്. മുമ്പ് ജോസഫ് ഇടമറുക് എന്ന് പറഞ്ഞൊരു യുക്തിവാദി നാട്ടിലുണ്ടായിരുന്നു, നമ്മളെ കേരളത്തിലുണ്ടായിരുന്നു. ജോസഫ് ഇടമറുകിൻ്റെ ഒരു സുഹൃത്ത് ഇറ്റലിയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നൊക്കെ കേരളത്തിൽ വന്നിട്ട് മൂപ്പര് ജോസഫ് ഇടമറുമായിട്ട് ഭയങ്കര ദൈവാസ്തിക്യം, നാസ്തികത അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവസാനം ജോസഫ് ഇടമറുകിൻ്റെ ഈ സുഹൃത്ത് ജോസഫിനോട് ചോദിച്ചു, പിന്നെ നിങ്ങളെ മോളെ എനിക്ക് ഞാൻ പോവളത്തിനൊന്ന് ഡേറ്റിങ്ങിന് വേണമെന്ന് പറഞ്ഞു. സ്വാഭാവികന് വാപ്പ മക്കളെ ഡേറ്റിങ്ങിന് വിട്ടുകൊടുക്കും. അന്നത്തെ ഒരു സിറ്റുവേഷൻ സ്വാഭാവികമായിട്ട് മൂപ്പൻ അനുവദിച്ചില്ല. തിരിച്ചു പോകുമ്പോൾ ഇറ്റലിക്കാരനായ സുഹൃത്ത് പറഞ്ഞാൽ കേരളം കുറച്ചും കൂടി പുരോഗമിക്കാണ്ടെന്നാണ് പറഞ്ഞത്, പുരോഗമനം പൂർണ്ണമായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ പുരോഗമനത്തിൻ്റെ സെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഈ പുരോഗമന നെറേറ്റീവ്സ് നമ്മുടെ കുട്ടികളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് അവരിലേക്ക് വരിക, പക്ഷേ അത് വലിയ വലിയ എഫക്റ്റുകളാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, കരിയറാണ് വലുത്, പണമാണ് വലുത് എന്നുള്ള ചിന്തയ്ക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുള്ളൊരു പ്രശ്നം ഗാമോഫോബിയാണ്, വിവാഹപ്പേടി. വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത കുട്ടികൾ കാരണം കുടുംബത്തിൽ വലിയ പ്രതിസന്ധികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെ കുടുംബത്തിൽ അത്ര പ്രതിസന്ധികളുണ്ട് ഒന്ന് കൈവെക്കും. അതായത് പലരും ഷെയർ ചെയ്യും, നമ്മളോട് പറയും നല്ലൊരു കുട്ടിയെ നോക്കണം, നല്ലൊരു ഉദവിനെ വേണം, അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ബിരുദാരിനെ വേണം എന്നൊക്കെ അന്വേഷിക്കും. പിന്നെ നമ്മൾ ഒരാളെ സജസ്റ്റ് ചെയ്യുമ്പോൾ പറയും അതിന് ഉസ്താദ് ഓളിപ്പോൾ സമ്മതിക്കണില്ല എന്ന് പറയും. ഗാമോഫോബിയ. അപ്പോൾ എന്താണ് ഈ വിവാഹപ്പേടി കുട്ടികൾക്ക് ഉണ്ടാവാൻ കാരണം? അത് ഇത്ര നെഗറ്റീവൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് അവർക്ക് ഇങ്ങനൊരു ഇതുണ്ടാവാൻ കാരണം. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളൊക്കെ പുരോഗമിപ്പിക്കാൻ നടക്കുന്ന പുരോഗമന ആങ്ങളമാർ, ഇവർക്ക് ഏത് സമയം വരെ ഇവരോട് ആത്മാർത്ഥത ഉള്ളൂ? ഇവരുടെ പ്രൊഡക്ടിവിറ്റിയും ക്രിയേറ്റിവിറ്റിയും സൗന്ദര്യമൊക്കെ നിലനിൽക്കുന്ന സമയത്തോളം മാത്രമേ ഉള്ളൂ. പെൺ സഹോദരിമാരുണ്ടെങ്കിൽ കേൾക്കണം.
അതുവരെയുള്ളൂ നമ്മെ പുരോഗമിപ്പിക്കാൻ നടക്കുന്ന ആങ്ങളമാർക്ക് അതുവരെയുള്ളൂ നമ്മുടെ ആത്മാർത്ഥം ഉണ്ടാവുക. നിങ്ങളെ തൊലിയൊക്കെയാണ് ചുളിഞ്ഞു, നിങ്ങളെ ബ്യൂട്ടിയൊക്കെയാണ് പോയി, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇട്ടാലും കോലം ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു, നിങ്ങളെ തൊലിയൊക്കെയാണ് ചുളിഞ്ഞ് നേരെയൊക്കെയാണ് വന്നാൽ പിന്നെ ഈ പറഞ്ഞ പുരോഗമനവാദികളൊന്നും ആങ്ങളമാരും നിങ്ങളെ പുരോഗമിപ്പിക്കാൻ വരില്ല. പിന്നെ നിങ്ങൾ വൃദ്ധയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമ്മളോട് രക്തബന്ധമുള്ള ആൺകുട്ടികളെക്കുറിച്ചും നമ്മുടെ സ്വന്തം മക്കളെക്കുറിച്ചും നമുക്ക് ചായാനുള്ള നെഞ്ചിനെ പ്രദാനം ചെയ്യുന്ന നമ്മുടെ ഭർത്താവിനെ കുറിച്ചുമാണ്. എല്ലാ സൗന്ദര്യവും എല്ലാ തെളിച്ചവും നഷ്ടപ്പെട്ടാലും നീ എൻ്റെതും ഞാൻ നിൻ്റെതുമാണ് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നതാരാണ്? കമ്മിറ്റ്മെൻറ്റുള്ള സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. നേരെ മറിച്ച് ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത സ്നേഹം ഏതാണ്? അതാണ് ലിവിങ് ടുഗദർ പോലുള്ള സ്നേഹം. അതത് സമയത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതത് സമയത്ത് സന്തോഷമുണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കുന്നു. ഈ രീതിയിൽ പിന്നെ നെറേറ്റീവുകൾ ബിൽഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഇപ്പോൾ ഹിജാബ് ധരിക്കുകയും പർദ്ദ ധരിക്കുകയും ചെയ്യുന്ന കുട്ടിയെ നോക്കിയിട്ട് അവളുടെ കൂട്ടുകാരി നോക്കിയിട്ട് പറയണം ഇവളൊക്കെ ഒപ്രസ്ഡാണ്, ഇവളൊക്കെ അടിച്ചമർത്തപ്പെട്ടവളാണ്, ഫോഴ്സ്ഡാണ്, മതമാണ് ഇവളെ അടിച്ചമർത്തിയത്. എന്നാൽ ഓള് ചോയ്സിനനുസരിച്ച് ഓളെ ഫ്രീഡം ചോയ്സും അനുസരിച്ചാണ് ഓള് ജീവിക്കുന്നത് എന്നാണ് ഓള് വിശ്വസിക്കുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. ആ ഇൻസ്റ്റഗ്രാമിലും ആ പരസ്യത്തിലും വന്ന ആ നടിയും ആ സെലിബ്രിറ്റിയും ലിപ്സ്റ്റിക് ഇട്ടാലേ ഭംഗിയുള്ളൂ എന്ന് അവളോട് പറഞ്ഞതുകൊണ്ട് അവളുടെ പിയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ടത് കൊണ്ട് ഫോഴ്സ്ഡായിട്ടാണ് അവൾ ആ ലിപ്സ്റ്റിക് ഇടുന്നത്, അല്ലാതെ അവളുടെ ചോയ്സ് കൊണ്ടൊന്നല്ല. അങ്ങനെയാണ് വെളുത്തിട്ട് പാറുക എന്നൊക്കെ പറഞ്ഞ പരസ്യങ്ങളൊക്കെ അങ്ങനെ വന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ വലിയൊരു പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് വരുന്നത്. ഇതെല്ലാം വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ. സോഷ്യൽ മീഡിയ നിരോധിക്കണം എന്ന് വെച്ചാൽ അതൊന്നും ഇപ്പം ഇനി നടക്കില്ല. സോഷ്യൽ മീഡിയ ലിറ്ററസിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഞാനിങ്ങനെ ചാടി പോവുകയാണ്. സമയം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നതിനെ മനസ്സിലാക്കണം. എനിക്ക് പറയാൻ ഇനിയും ഒരുപാടുണ്ട്. ഇപ്പോൾ പറഞ്ഞത്ര ഇനിയും പറയാനുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അഷ്കർ അലി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ മതം വിട്ടുപോയ സമയത്ത് സോഷ്യൽ മീഡിയേൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയണം. 40 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അഷ്കർ അലിയുടെ വീഡിയോ, ഇസ്ലാം വിരുദ്ധ വീഡിയോ 75,000 ആൾക്കാരാണ് കണ്ടത്. ആരാണ് കണ്ടത്? സമുദായമല്ലേ വിജയിപ്പിച്ചു കൊടുത്തത്. ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ആള് ഔദു ബി ഡിങ്കനാഹിമിനെ ഷെയ്ത്താനിർ റജീം എന്നൊക്കെ സംവാദം തുടങ്ങുമ്പോൾ ഓതിയേ, ബിസ്മി ഡിങ്കനാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ഓതിയേ, അത്രയും നികൃഷ്ടമായ ഭാഷ ഉപയോഗിക്കുന്ന ആ മനുഷ്യൻ, അയാൾ ഇങ്ങനെ കത്താൻ കാരണം എന്താ? അയാൾക്ക് ഇത്രയും വ്യൂവേഴ്സ് ആരാ? നമ്മളല്ലേ. എങ്ങനെയാണ് അവർക്ക് വ്യൂസ് കൂടാൻ കാരണം? ഒരു ഗ്രൂപ്പൊക്കെ അങ്ങോട്ട് തട്ടും. ഒരു സാധനം കിട്ടിയാൽ ഇത് ശരിയാണോ എന്നോനത് ഒറ്റക്ക് കണ്ടാൽ പോരെ. ഇത് ശരിയാണെന്നുണ്ട് ആ ഗ്രൂപ്പിൽ വേറെ 300 ആൾക്കാരുണ്ടാവും. ഇവിടെ ഓല പ്രാസ്ഥാനിക ഗ്രൂപ്പുക്കും ഇത് ശരിയാണോ, ഇതെന്താ സംഭവം? ചിലർ അതിൻ്റെ അടിയിൽ പോയിട്ട് സുഹൃത്തെ പഠിച്ചിട്ട് വിമർശിക്കുന്നുണ്ട്, ചിലർ അതിൻ്റെ അടിയിൽ പോയി ഉപദേശിക്കും. നിങ്ങൾ മനുഷ്യന്മാരെ ഓനെ അതിൻ്റെ അടിയിൽ പോയി ഉപദേശിച്ചാൽ നിങ്ങൾ അത്രയും ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യപ്പെടുകയാണ്. നിങ്ങളവിടെ കമൻറ്റ് ചെയ്താൽ നിങ്ങളെ ഫ്രണ്ട്സിന് അത് കിട്ടുന്നു. നിങ്ങൾ ലൈക്കോ, ചിലർ നല്ല തെറി പറയും, ചിലർ ഉപദേശിക്കും, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ. അതുപോലെ തന്നെ ഒരു ട്രോളായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണത്. ഇങ്ങനെ എല്ലാം ഈ നെഗറ്റീവ് ഒരിക്കലും ഷെയർ ചെയ്യൽ അത് ഇസ്ലാമിക രീതിയല്ല. ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ കാണുന്നു, ഞാനായിട്ട് വേറെ എങ്ങോട്ടും ഇടുന്നില്ല എന്നാണ് ഒരു മുഅ്മിൻ തീരുമാനിക്കേണ്ടത്. അതാണ് ദീനി പ്രവർത്തനം. നേരെ മറിച്ച് ഇപ്പോൾ നടക്കണം എന്താ? അത് ഫാമിലി ഗ്രൂപ്പൊക്കെ അങ്ങോട്ട് മറ്റോടത്ത് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് കണ്ടില്ലേ, ആ കുട്ടി ചിലപ്പോൾ നേരായിട്ടുണ്ടാവും. ഇനി ആ കുട്ടിക്ക് ജീവിതകാലത്ത് നേരാവാൻ പറ്റാത്ത വിധമുള്ള ഡാമേജ് സോഷ്യൽ മീഡിയയിൽ നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കും. അത് ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും, അത് ആരാണെന്നെങ്കിലും, അത് നേതാക്കന്മാരുടെ മക്കളാണെന്നുണ്ടെങ്കിലും ആരെ മക്കളാണെന്നുണ്ടെങ്കിലും, ഇതാണ് നമ്മുടെ ലിറ്ററസി. ഈ ലിറ്ററസിയിൽ നിന്ന് മാറാതെ നമുക്ക് ഇത്തരം എഫക്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹസ്ബൻഡ് ഭയങ്കര ടോക്സിക്കാണ്, ഭർത്താക്കന്മാർ നിയന്ത്രിച്ച് കളയും, അതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. നേരെ മറിച്ച് അവരെ നിയന്ത്രിക്കുന്ന ഈ സെലിബ്രിറ്റികളോ അതൊരിക്കലും ടോക്സിക്കല്ല. അവർ വസ്ത്രം എക്സ്പോസ് ചെയ്യാൻ പറയുന്നു, അതൊരിക്കലും ടോക്സിക്കല്ല. കൺസെൻ്റ് ഉണ്ടെങ്കിൽ, സമ്മതം ഉണ്ടെങ്കിൽ പെങ്ങന്മാർ വരെ ആയിട്ട് വേണമെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് ആവാം എന്നാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊരിക്കലും ഒരു ടോക്സിക്കല്ല, അത് പുരോഗമനം.
എന്നിട്ട് റസൂലുള്ള 11 ഭാര്യമാരെ കല്യാണം കഴിച്ചതോ ഭയങ്കര പ്രാകൃതം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലോജിക്കിലൂടെയാണ് നമ്മളെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം. മലാല യൂസുഫ് സായി എന്നുള്ള പേര് കേട്ടിട്ടൊന്ന് കൈപൊക്കോ? എല്ലാവരും പൊക്കി. നിങ്ങൾ കേട്ടാലില്ലെങ്കിലും കേട്ടവരുണ്ടാവും. ഇനിയിപ്പോൾ പൊക്കിയിട്ട് കാര്യമൊന്നുമില്ല വെച്ചിട്ട് ചിലവരിക്കും. അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു സാഹസം പോയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. അപ്പോൾ കുറച്ച് ആൾക്കാർ പൊക്കി, കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്നു. ഇനി മറ്റേതുള്ളവർ കുറച്ച് കൈപൊക്കി, അപ്പോഴും അതിൻ്റെ ആൾക്കാർ കൈപൊക്കി, അപ്പോഴും കുറച്ച് ആൾക്കാർ ഇരുന്നു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കൂടി കൊടുത്തു, അതും കൈപൊക്കി. ഇതിലൊന്നിലും കൈപൊക്കാതെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരുന്നു. അതിൽ കൈ പൊക്കണമെന്നൊന്നുമില്ല, എന്തായാലും അതെങ്ങനെയായാലും പോട്ടെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലാവരുത്. മലാല യൂസുഫ്സായി എന്ന് കേട്ട കുറേ ആൾക്കാരുണ്ട്. റേച്ചൽ കോറി എന്ന് കേട്ട ആൾക്കാരുണ്ടോ? റേച്ചൽ കോറി വാഷിങ്ടണിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ്, ജൂത പെൺകുട്ടിയാണ്. റേച്ചൽ കോറിയെ നമ്മൾ മലാലയേക്കാൾ പരിചയപ്പെടേണ്ടതുണ്ട്. കാരണം റേച്ചൽ കോറി ഫലസ്തീനിൽ വന്നിട്ട് വീടുകളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി പട്ടാളക്കാരോട് നിങ്ങൾ ഈ ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്, ഇത് തികഞ്ഞ അവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അവളുടെ ശരീരത്തിലൂടെ ബുൾഡോസർ കയറ്റിയിട്ടാണ് അവൾ കൊല്ലപ്പെടുന്നത്. ഇസ്രായേലി പട്ടാളക്കാരാണ് അവളെ കൊന്നത്. ഈ റേച്ചൽ കോറിനെ നമുക്കൊന്നും അറിയില്ല. മലാല യൂസുഫ്സായിനെ നമുക്കൊക്കെ അറിയും. കാരണം എന്താ? മലാല യൂസുഫ്സായി ഒരു ഇരയാണെങ്കിൽ മലാലയുടെ വില്ലൻ ആരാണ്? അഫ്ഗാനിലെ പരുഷനായ മുസ്ലിമാണ്. മുസ്ലിം പൗരുഷമാണ് അവിടെ വില്ലൻ, അല്ലേ? മലാല യൂസുഫ്സായി സ്കൂളിൽ പോകുമ്പോൾ വിദ്യാഭ്യാസം പറ്റൂല എന്ന് പറഞ്ഞിട്ട് അഫ്ഗാനിലെ പട്ടാളക്കാർ വെടിവെച്ചോണ്ടല്ലേ. അപ്പോൾ മുസ്ലിം പുരുഷൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസായതുകൊണ്ട് വെസ്റ്റേൺ മീഡിയ പരമാവധി ജനകീയവൽക്കരിച്ച ഒരു പോസ്റ്റർ ഗേളാണ് മലാല യൂസുഫ്സായി. നമ്മളൊക്കെ നിഷ്കളങ്കമായിട്ട് നമ്മളതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ റേച്ചൽ കോറി എന്തുകൊണ്ട് നമുക്കറിയില്ല? അത് വെസ്റ്റേൺ മീഡിയ പരിചയപ്പെടുത്തി തന്നിട്ടില്ല. നമ്മൾ ആശ്രയിച്ചിട്ടാണ് നമ്മൾ മീഡിയ കാണുന്നത്? നമ്മുടെ റിയാലിറ്റികളെ, നമ്മുടെ ട്രൂത്തുകളെ ഷെയ്പ്പ് ചെയ്യുന്നത് ആരാണ്? അത് മീഡിയ. റേച്ചൽ കോറിനെ നമുക്കറിയില്ല. റേച്ചൽ കോറിനെ അല്ലേ നമുക്ക് അറിയേണ്ടത്? മുസ്ലിം പുരുഷനാണ് മലാലയുടെ കേസിൽ വില്ലൻ. എങ്ങനത്തെ മുസ്ലിം പുരുഷൻ? വളരെ പ്രാകൃതനായ, അടിച്ചമർത്തുന്ന, സ്ത്രീകളെ ഒരു നിലക്കും പരിഗണിക്കാത്ത മുസ്ലിം പുരുഷൻ. ടോക്സിക് മാസ്കുലിനിറ്റി, അതാണ് കുട്ടിയൊക്കെ അറിയാം. നിങ്ങൾക്ക് അറിയണ്ടാവില്ല. 10ലെയും 11ലെയും +1ലെയും +2ലെയൊക്കെ കുട്ടിയൊക്കെ അറിയാം ടോക്സിക് മാസ്കുലിനിറ്റി. എന്നാലോ ഇവോൺ റിഡ്ലി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് അഫ്ഗാനിസ്ഥാനിലേക്ക് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയി. അവിടുത്തെ ആണുങ്ങളുടെ മാന്യമായ പെരുമാറ്റം കണ്ടിട്ടാണ് ഇവോൺ റിഡ്ലി ഇസ്ലാമിലേക്ക് വന്നത്. നമ്മൾ വായിച്ച ന്യൂസാണ് അതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള ലിബറൽ ഹിപ്പോക്രസികൾ കുറേ ഉണ്ട്. മുസ്ലിം പുരുഷനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അതെപ്പോഴും ടോക്സിക് ആക്കുകയും അതെപ്പോഴും വില്ലനാക്കുകയും ചെയ്യുന്ന ഒരു നെറേറ്റീവ് അവിടെ ഉണ്ട്. ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ ബീവി പറയുന്നുണ്ട്, കുന്തു അശ്റബു വ അന ഹായിദ്, ഞാൻ ആർത്തവകാരിയായിരിക്കെ ഞാൻ കുടിക്കും, പാലും പിന്നെ പാനിയൊക്കെ കുടിക്കും. സുമ്മ ഉനാവിലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ ആ കപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കും. ഫയളഉ ഫാഹു അലാ മൗളിഇ ഫിയ, എൻ്റെ വായ, എൻ്റെ ചുണ്ടുകൾ എവിടെയാണോ പതിഞ്ഞത് ആ സ്ഥലത്ത് വെച്ച് അള്ളാഹിൻ്റെ റസൂല് അത് കുടിക്കും. അതുപോലെ ഞാൻ ഈ ആടിൻ്റെയൊക്കെ ഇറച്ചി കഷ്ണം കടിച്ച് വലിക്കും, അള്ളാഹിൻ്റെ റസൂലിന് കൊടുക്കും. അള്ളാഹിൻ്റെ റസൂൽ വാങ്ങിയിട്ട് അതേ സ്ഥലത്ത് കടിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലും അത് ഉപയോഗിക്കും. ഫയളഉ ഫാഹു അലാ മൗളിഇ ഫിയ, സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വേറെ ഒരുപാട് റിപ്പോർട്ടുകൾ ഈ വിഷയത്തിലുണ്ട്. ഞാൻ മദീന പള്ളിക്കും മദീന പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ആയിഷ ബീവിയുടെ വീടുണ്ടായിരിക്കുമ്പോൾ, ആയിഷ ബീവി ആർത്തവകാരിയായിരിക്കും, അള്ളാഹിൻ്റെ റസൂൽ ഇഅ്തികാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇഖാമത്ത് കൊടുത്തതിന് ശേഷം റസൂൽ അങ്ങനെ തലട്ട് കൊടുക്കും. ആയിഷ ബീവി മുടി ചീതിക്ക് കൊടുക്കും, വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടി കൊടുക്കും. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റസൂൽ നിസ്കാരത്തിൽ പ്രവേശിക്കും. അപ്പോൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറയുന്നത്, ഇഅ്തികാഫ് ഇരിക്കുന്ന ആൾ അനാവശ്യമായിട്ട് പുറത്തു പോകരുത്, ഹൈദുകാരി പള്ളിയിൽ കയറുകയും ചെയ്യരുത് എന്നാണ് പറയാം. കർമ്മശാസ്ത്ര പ്രകാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ആ മൊമെൻ്റ് എത്ര റൊമാൻറ്റിക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത്ര റൊമാൻറ്റിക്കായ മൊമെൻറ്റുകൾ നമ്മൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാറുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പോൾ റൊമാൻസ് പോട്ടെ, അഭിപ്രായങ്ങൾ ചോദിക്കുന്ന വിഷയത്തിൽ, അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്ന വിഷയത്തിൽ എങ്ങനെയാണ് നമ്മൾ വീട്ടിലെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇതുകൂടി പറഞ്ഞാൽ നിർത്താം. അതായത് ഇപ്പോൾ നമ്മളെ വീട്ടിലൊരു സിനാരിയോ അങ്ങനെ സങ്കല്പിച്ച് നോക്കുക. വാപ്പ
അവിടുത്തെ മരുകളുടെ അമ്മോശനായ വാപ്പ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ചായ അടുക്കളയിൽ നിന്ന് എത്തുന്നു. അപ്പോൾ ഇതിന് മോട്ടർ നിറഞ്ഞ് വെള്ളം പോകുന്നു. ആ മോട്ടർ ഓഫ് ആയിക്കുക. അപ്പോൾ ആ വീട്ടിലെ മരുകൾ മോട്ടർ ഓഫ് ആക്കാൻ ഓടുന്നു. ഈ മരുകൾക്ക് ഇനി കുട്ടിനെ എണീപ്പിക്കണം, കുട്ടിൻ്റെ ടിഫിൻ ബോക്സ് സെറ്റാക്കണം, ബാഗ് ഹോംവർക്ക് ചെയ്ത പുസ്തകങ്ങൾ ബാഗിലിട്ടിട്ട് ബാഗ് റെഡിയാക്കണം, സ്കൂൾ ബസ് വരുമ്പോഴത്തേന് ഈ കുട്ടീൻ്റെ അടുത്ത് ഓടണം. ഇതൊക്കെ ഡിപ്പെൻസ്, ഓരോ വീട്ടിലും ഓരോ സംഭവങ്ങളായിരിക്കാം. അപ്പോൾ ഈ കടന്ന് ഓടുന്ന മരുകളുടെ ഭർത്താവിന് അനിയൻ, ഇവളുടെ ഇളയച്ചൻ ഫോർ എക്സാമ്പിൾ, ഓനവിടെ മൊബൈലും അങ്ങനെ പബ്ജിയൊക്കെ ആയിട്ട് കളിക്കാരം. ഓന് ഇവളേക്കായി ആരോഗ്യമുണ്ട്, ഈ ഓടണ മരുകളേക്കായി ഓൻ ആരോഗ്യമുണ്ട്. ഈ വീട്ടിലെ ഈ ചായ ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കണ സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചിരിക്കണ വാപ്പാൻ്റെ ചെറിയ മോള്, ഓളവിടെ ഇരുന്നിരിക്കണ റിലാക്സ് ആയിരിക്കണം. നാത്തൂനാണല്ലോ ഓടണത്. ഓള് ചിന്തിക്കുകയാണ്, അപ്പം ഇമ്മി ഓടും ഉറപ്പാണ്. ഓള് ചിന്തിക്കണം, എന്നെ കെട്ടിച്ചാലിപ്പോൾ എൻ്റെ അവസ്ഥ ഇതന്നല്ലേ എന്ന് ചിന്തിച്ചാൽ ഈ ഫെമിനിസ്റ്റ് നെറേറ്റീവൊക്കെ ഓലെ സ്വാധീനിക്കണമെങ്കിൽ നമ്മൾ ഓലെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്? അപ്പോൾ വീട്ടിൽ ചില റോളുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. വീട്ടിൽ പെണ്ണുങ്ങൾ കുറച്ച് റോളുകൾ ഉണ്ടാവും, പുരുഷന്മാർക്ക് വീടിൻ്റെ പുറത്ത് കുറച്ച് റോളുകൾ ഉണ്ടാവും. അനക്കെന്താ ഇപ്പോൾ ഇത്ര മലമറിച്ചുന്ന പണി എന്ന് ചോദിക്കുന്ന പുരുഷുക്കൾ കുറച്ച് കൂടുതലാണ്. അത്തരം പുരുഷുക്കൾ ഉണ്ടാവുന്നിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവരുടെ മക്കളോ അവരുടെ പിയർ ഗ്രൂപ്പിൽ നിന്നോ ആരെങ്കിലും ഫെമിനിസ്റ്റ് ആഖ്യാനത്തിലേക്കോ സ്വാതന്ത്ര്യവാദങ്ങളിലേക്കോ ആകൃഷ്ടരായാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള ഇപ്പോൾ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് കാര്യം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരും മക്കയിലേക്ക് കടക്കരുത് എന്നുള്ള കരാറിൽ ഒപ്പിടുകയും ഭാവിയിൽ വരുന്ന ഹുക്കാമുകൾ അവർക്ക് സ്ത്രീകളോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ടാണ് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം ഷാഫി ഇമാം. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അത് സയ്യിദ് റംലാൻ ബൂത്തി തൻ്റെ മക്കാനത്തുൽ മർഅ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് തന്നെയുള്ള കൃത്യമായ അവകാശബോധം നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ചു കൊടുത്താൽ ഇത്തരം മതനിരാസ ചിന്തകളിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റും ഒരു പരിധിവരെ. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മളാണ്, റിസൾട്ട് തരേണ്ടത് പടച്ചോനാണ്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറേ ചാടി പറഞ്ഞതാണ്. പടച്ച റബ്ബ് കേട്ടതും പറഞ്ഞതൊക്കെ സ്വാലിഹ് അമലായി സ്വീകരിക്കട്ടെ.